بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا صدق الله العلي العظيم ബഹുമാനരായ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മള് ഇന്ന് സൂറത്ത് അൽ കഹ്ഫിലെ ആദ്യത്തെ ആയത്ത് പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് ചില പോയിന്റുകൾ ഞാൻ ആയത്ത് നമ്പർ 1 ഇന്ന് നമ്മൾ പഠിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടിക്കോണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ ആയത്ത് തന്നെ ചിലപ്പോൾ ഒരു 2-3 ക്ലാസ് വേണ്ടി വരും. അതിനു മുമ്പ് നമ്മൾ ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അത് അവിടെ നിർത്താമെന്നാണ്. പക്ഷെ സംശയങ്ങളുടെ പെരുമഴയാണ് നമുക്ക്, അല്ലെ? ദജ്ജാലിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരൂല, അങ്ങനെയാണല്ലോ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പം ചില ചോദ്യങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. കുറച്ച് പ്രസക്തമാണ്, എല്ലാവരും കേൾക്കണം എന്ന് തോന്നിയ ഒരു ചോദ്യം ഞാൻ ഗ്രൂപ്പിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇട്ടിരുന്നു. അപ്പൊ അതെല്ലാം കൂടി കമ്പൈൽ ചെയ്തിട്ട് ഈ ദജ്ജാലിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഹദീസുകളും, മിക്കവാറും എല്ലാ ഹദീസുകളും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഇമാം നവവി ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൽ നിന്ന് എടുത്ത പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞാല് ഈ ഏറെക്കുറെ ദജ്ജാലിനെ കുറിച്ചുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളും എന്തുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷ തരും, അല്ലെങ്കിൽ എന്തുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് പഠിച്ചാൽ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നമുക്ക് രക്ഷ കിട്ടും എന്ന ഒരു സംഗതി ഏറെക്കുറെ ഒരിക്കലും സമഗ്രാവൂല ഈ പഠനം, എനിക്കറിയാം. കാരണം അതൊരു വലിയ വിശാലമായൊരു വിഷയമാണ്. ഒരുപാട് കാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ആ തർക്കത്തിനെല്ലാം ഒരു പരിഹാരം ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തരമാണ്. അതുകൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ കഹ്ഫ് നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൂറത്തുൽ കഹ്ഫിന്റെ ഗുണങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. അത് പഠിച്ചാലുള്ള ഗുണം, ആ പഠിച്ചാലുള്ള ഗുണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് നമ്മൾ പറഞ്ഞത് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടും. ആദ്യത്തെ 10 ആയത്ത് ഓതിയാൽ, അവസാനത്തെ 10 ആയത്ത് ഓതിയാൽ, അല്ലെങ്കിൽ സൂറത്തുൽ കഹ്ഫ് മൊത്തം ഓതിയാൽ നമുക്ക് ഗുണം, ആ ഒരു രക്ഷ കിട്ടുമെന്നാണല്ലോ. എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഹദീസുകളിലും നമ്മുടെ നമസ്കാരത്തിന്റെ കഴിഞ്ഞ ആഴ്ച ഞാനത് സൂചിപ്പിച്ചു. തശഹുദില് നമ്മൾ പറയുന്ന കുറെ അള്ളാഹുവിനോട് അഭയം തേടുന്ന കുറെ പ്രാർത്ഥനകളുണ്ട്. ഇപ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൻ നാർ, അല്ലെ, നരക ശിക്ഷയുടെ ആ പരീക്ഷണം, അതിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. വ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. വ അഊദു ബിക മിൻ ഫിത്നത്തിൽ ഖബർ, അല്ലെ, ഖബറിന്റെ ആ ഫിത്നയിൽ നിന്ന്, ഖബറിന്റെ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. അതുപോലെ വ അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. വ അഊദു ബിക മിൻ ഫിത്നത്തിൽ ഗിന, ഐശ്വര്യം, ഒരുപാട് സമ്പത്ത് കുമിഞ്ഞുകൂടി അതൊരു പരീക്ഷണമാകുന്നതിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. വ അഊദു ബിക മിൻ ഫിത്നത്തിൽ ഫഖർ, അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് ദാരിദ്ര്യം, ആ ദാരിദ്ര്യം വന്ന് പെട്ടിട്ട് അതിന്റെ ഉപദ്രവം എനിക്കുണ്ടാവുന്ന അതിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. അതിലൊക്കെ ഏറ്റവും അവസാനം അതിന്റെ ആ പ്രാർത്ഥനകളുടെ, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ എല്ലാം ഒന്നും നമ്മൾ സാധാരണ ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ ഇത് എല്ലാം ഇല്ല, കുറച്ചുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. അതുപോലെ തന്നെ അദാബുൽ ഖബർ വമിൻ അദാബിൻ നാർ, അത്രയാണ് പറയുന്നത്. പക്ഷെ ഈ അദാബിൽ മിൻ ഫിത്നത്തിൽ ഗിന വമിൻ ഫിത്നത്തിൽ ഫഖർ എന്നൊക്കെ ഉള്ളത് പല ഹദീസുകളിൽ വേറിട്ട റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു അവസാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. പിന്നെ മസീഹ് ദജ്ജാൽ, ഈ മസീഹ് ദജ്ജാലിന്റെ ഫിത്നയുടെ ഷർറിൽ നിന്ന്, ആ മസീഹ് ദജ്ജാൽ എന്ന് പറയുന്ന പരീക്ഷണം
വന്ന് ഭവിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കുഴപ്പങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ നരകശിക്ഷയോട് ചേർത്ത് വെച്ചു, അതുപോലെ ഖബറിലെ ശിക്ഷയോട് ചേർത്ത് വെച്ചു, ദാരിദ്ര്യം, ഐശ്വര്യം, ഇതിന്റെയൊക്കെ ഷെറിൽ നിന്ന് അഭയം തേടുന്നതിനോട് ചേർത്തിട്ട് ഈ മസീഹ് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് അഭയം തേടണം എന്ന് ചേർത്ത് വെക്കുമ്പോൾ അതൊരു വലിയ ഫിത്നയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഫിത്ന എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അതിന്റെ എല്ലാ വശങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് സൂറത്തുൽ കഹ്ഫ് പഠിക്കുന്നതിന് മുമ്പ് വളരെ അനിവാര്യമാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ആ വിശദീകരണം പൂർണ്ണമല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി അതിനോട് ആഡ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തവണ നമ്മുടെ ഈ സൂറത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇമാം നവവി പറഞ്ഞ ഹദീസ്, അല്ലെങ്കിൽ ഇമാം നവവി പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ എല്ലാ ഭാഗവും ഞാൻ അറബി ടെക്സ്റ്റ് വായിക്കുന്നില്ല, പക്ഷെ കുറച്ച് അതിന്റെ തുടക്കത്തിലുള്ള അറബി ടെക്സ്റ്റ് കുറച്ച് വായിക്കാം, എന്നിട്ട് എന്താണ് അതിൽ പറയുന്നത് എന്നതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ബാബു ദജ്ജാലി വസിഫത്തിഹി വമാ മഅഹു ഖദ് സബഖ ഫീ ശറഹി ഖുതുബത്തിൽ കിതാബ് ബയാൻ ഇസ്തിഖാഖിഹി വഗൈരിഹി. അതായത് ഇമാം നവവി അദ്ദേഹത്തിന്റെ ഈ മസീഹ് ദജ്ജാലിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള എല്ലാ ഹദീസുകളും ചേർത്ത് വെച്ചിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു വിശകലനം നടത്തിക്കൊണ്ട് അദ്ദേഹം പറയാണ് കേട്ടോ. ഹാദിഹിൽ അഹാദീസുല്ലത്തി ദക്കറഹ മുസ്ലിം വഗൈറുഹു ഫീ ഖിസ്സത്തി ദജ്ജാൽ ഹുജ്ജത്തുൻ ലിമദ്ഹബി അഹ്ലിൽ ഹഖ് ഫീ സിഹ്ഹത്തി വുജൂദിഹി. അതായത് ഈ ഹദീസുകളിലൊക്കെ, മുസ്ലിം സഹീഹ് മുസ്ലിമും അതുപോലെ തന്നെ ഹദീസിന്റെ മറ്റ് കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ദജ്ജാലിനെ കുറിച്ചുള്ള എല്ലാ ഹദീസുകളും നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ദജ്ജാൽ എന്ന് പറയുന്ന ഒരു സംഗതി എന്താണ്? സിഹ്ഹത്ത് വുജൂദ്. അവൾ അങ്ങനെ ഒരു സാധനം ഉണ്ട്, അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അന്നഹു ശഖ്സും ബിഐനിഹി, അയാൾ ഒരു വ്യക്തിയാണ്. ഇബ്തലല്ലാഹു ബിഹി ഇബാദഹു, അള്ളാഹു തന്റെ അടിമകളെ ആ വ്യക്തിയെ ഉപയോഗപ്പെടുത്തി പരീക്ഷിക്കുക തന്നെ ചെയ്യും. അഖ്ദറഹു അലാ അഷ്യാഇൻ മിൻ മഖ്ദൂറാത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ ചില കഴിവുകൾ അയാൾക്ക് കൊടുത്തിട്ട് അള്ളാഹു എന്ത് ചെയ്യും? മനുഷ്യരുടെ മുമ്പിൽ അയാൾക്ക് അത് പ്രകടിപ്പിക്കാൻ സാധിക്കുമാറ് അയാളെ പ്രാപ്തനാക്കിയിരിക്കുന്നു. ഉദാഹരണത്തിന് ഇഹ്യാഉൽ മയ്യിത്ത് അല്ലദി യഖ്തുലു, അയാൾ തന്നെ കൊന്ന ഒരാളെ ഈ ദജ്ജാലിന് ജീവിപ്പിക്കാൻ പറ്റും. എങ്ങനെയാ വെച്ചാല്, ദജ്ജാലിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ഒരാളെ അയാൾ കൊല്ലുകയും പിന്നെ ആ കൊന്നതിന് ശേഷം അയാളെ ജീവിപ്പിച്ചിട്ട് ചോദിക്കും, നീ ഇപ്പൊ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ആ മരിച്ച ആളെ ജീവിപ്പിക്കാനുള്ള ഒരു കഴിവ് അയാൾക്ക് അള്ളാഹു കൊടുക്കും. അതുപോലെ തന്നെ ഒമിൻ ളുഹൂരി സഹറത്തി ദുനിയ, ഈ ഐഹിക ജീവിതത്തിന്റെ എല്ലാ ഭംഗിയും അതിന്റെ ശോഭയും ഒക്കെ മനുഷ്യർക്ക് വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവ് ഈ ദജ്ജാലിന് കൊടുക്കും. വൽ ഹസബി മാഹു, അതുപോലെ തന്നെ ഭൂമിയുടെ ഫലഭൂയിഷ്ഠത, ഭൂമിയുടെ ഈ ശരിക്കും ഒരിക്കലും പച്ചപ്പൊന്നും ഉണ്ടാകാത്തൊരു ഭൂമിയിൽ ആ പച്ചപ്പ് ഉണ്ടാക്കാനുള്ള അയാളുടെ ഒരു കഴിവ് മനസ്സിലായി. അതായത് മരുഭൂമിയിലൊക്കെ വൃക്ഷങ്ങളും ചെടികളൊക്കെ മുളക്കുന്ന അവിടെയൊക്കെ നല്ല പച്ചപ്പ് വിരിച്ച അവസ്ഥ ഉണ്ടാക്കാനുള്ള ദജ്ജാലിന്റെ ഒരു കഴിവ്. അതുപോലെ തന്നെ വജന്നതഹു വനാറഹു വനഹറഹി, രണ്ട് അരുവികൾ, അതിനെ കുറിച്ച് പറയുന്നത് അതിന്റെ വിശദീകരണത്തിൽ ഞാൻ ഹദീസിന്റെ മൂലം വായിച്ചിട്ട് നമ്മൾ ഒരുപാട് സമയം കളയേണ്ടാവുന്നതുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ അകത്തേക്ക് ഇനി കൂടുതൽ പോകുന്നില്ല. നോക്കൂ, അതായത് ഈ ദജ്ജാലിന് അള്ളാഹു കൊടുക്കുന്ന ചില കഴിവുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു മരിച്ച ആളെ ജീവിപ്പിക്കാൻ പറ്റുന്ന ഒരു കഴിവ്. ഇത് അപ്പൊ പ്രവാചകന്മാർക്ക് കിട്ടിയ മുഅ്ജിസത്തുമായിട്ട് അതിന് സാമ്യം ഉണ്ടാവും. അതൊക്കെ അള്ളാഹു തന്നെ അവന്റെ അനുമതി പ്രകാരം ചെയ്യുന്ന ഒരു സംഗതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ അത് ഏത് രൂപത്തിലെ പ്രകടമാകുന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് നൽകിയിരുന്നു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് അതിനെക്കുറിച്ച് വിശദമായി പറയും. ഈ ദജ്ജാല് അയാളുടെ തന്നെ ഒരു വേർഷൻ ഓഫ് പാരഡൈസ് ആൻഡ് ഹെൽ, ജന്നത്ത് നാറ്, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഒരു പിന്നെ പ്രത്യേക വേർഷൻ ആളുകൾക്ക് കാണിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. അതായത് രണ്ട് തരത്തിലുള്ള അരുവികൾ. ഒന്ന്, ഒരു തീ കൊണ്ടുള്ള ഒരു അരുവി. ആ അരുവി കാണുമ്പോൾ തന്നെ അത് തീ കൊണ്ടുള്ളതാണ്, പക്ഷെ അതിൻ്റെ അകത്തേക്ക് ഒരാൾ ചാടുമ്പോൾ അത് സ്വർഗമായിട്ട് മാറും. വേറൊന്ന്, ഒരു നല്ല സ്വർഗം പോലെ ഇരിക്കുന്ന ഒരു അരുവി, നല്ല ഒരുപാട് പിന്നെ അനുഗ്രഹങ്ങളും
നല്ല പൂന്തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു അരുവിയായിട്ട്, അല്ലെങ്കിൽ ആ പൂന്തോട്ടങ്ങൾ സൈഡിലുള്ള അത്തരം അരികിലുള്ള ഒരു അരുവിയായിട്ട് തോന്നും. അതിനകത്തേക്ക് ചാടുന്ന ആള് പക്ഷെ അപ്പൊ ചാടി കഴിയുമ്പോൾ മനസ്സിലാകും അത് നരകമാണെന്ന്. ഇതിന്റെയൊക്കെ ഒരു പ്രതീകാത്മകമായ അർത്ഥം നമ്മുടെ മുമ്പിൽ മനസ്സിൽ വരുന്നുണ്ടല്ലോ, അല്ലെ? ഒരു നല്ല ഒരു സംഗതിയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നത് പിന്നീട് അയാൾക്ക് നരകത്തിലേക്കുള്ള കവാടമായിട്ട് മാറും. മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു സംഗതി അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു പാതയായിട്ട് മാറും. ഇതൊക്കെ ദജ്ജാൽ കാണിച്ചു കൊടുക്കുന്ന ചില സംഗതികളാണ്. അത് അതിന്റെ വേർഡ് അർത്ഥത്തിൽ, വാക്കർത്ഥത്തിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് ദജ്ജാൽ അത് കൃത്യമായി യാഥാർത്ഥ്യമായി അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതായിട്ട് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമായിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാം. ചില പ്രവർത്തനങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. ഓക്കെ, അതാണ്. പിന്നെ ഭൂമിയിലെ പല വിഭവങ്ങളും ഈ ദജ്ജാലിന്റെ ഡിസ്പോസൽ, അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ, ആളുകൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ദജ്ജാലിനെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുക്കും. അതുപോലെ അയാൾക്ക് മഴ വർഷിപ്പിക്കാനും, പിന്നെ ആ മഴ വർഷിപ്പിച്ച് കഴിയുമ്പോൾ അത് പിന്നെ ഭൂമിയിൽ നിന്ന് ഇഹ്യാ ഉൽ അർളി ബഅദ മൗതിഹ എന്ന് അള്ളാഹു പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് പറഞ്ഞ. അപ്പൊ ഇതെല്ലാം അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് നടക്കുക. പക്ഷേ ഒരു ഘട്ടം എത്തുമ്പോൾ ഈ കഴിവുകളൊക്കെ അയാളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. അങ്ങനെ അയാൾ നേരത്തെ കൊന്ന ഒരാളുണ്ടല്ലോ, എന്ത്, അയാളെ ദജ്ജാലിനെ നിഷേധിച്ചതിന്റെ പേരിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് കൊന്ന് പിന്നെ ജീവിപ്പിച്ച ആള്, ആ ജീവിപ്പിച്ച ആള് എഴുന്നേറ്റ് കഴിയുമ്പോൾ അയാൾ പറയും, ഇല്ല ഞാൻ ഇപ്പോഴും നിന്നിൽ അവിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടാമത് അയാൾക്ക് അയാളെ കൊല്ലാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്കും അള്ളാഹു അയാളുടെ കഴിവ് എടുത്തു കളഞ്ഞിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലികമായി ഒരു നിശ്ചിത സമയത്തേക്ക് അള്ളാഹു അയാൾക്ക് നൽകുന്ന ഒരു കഴിവിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഈ പറയുന്നത്. ഇത് ഒരിക്കലും പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന ഒരു മുഅ്ജിസത്തായിട്ട് നമ്മൾ താരതമ്യം ചെയ്യേണ്ടതില്ല. ഇപ്പോ ഈ ഇബ്ലീസിനും അങ്ങനെ, ഇപ്പൊ നമ്മൾ ആ ഇബ്ലീസുമായിട്ടുള്ള താരതമ്യം ചില ആളുകൾക്ക് തോന്നാനുള്ള ഒരു കാരണം കൂടി അതാണ്. എന്ത്, ഇബ്ലീസിന് അള്ളാഹു കാലാകാലം ജീവിക്കാനുള്ള ഒരു അനുമതി കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാ മനുഷ്യർക്കോ മറ്റ് ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകൾക്കോ ഇല്ലാത്ത ഒരു പിന്നെ പ്രത്യേകമായ അനുഗ്രഹമാണ് ഇബ്ലീസിന് കൊടുത്തിട്ടുള്ളത്. എന്താണ്? അന്തിർനി ഇലാ യൗമി യുബഅസൂൻ, ആളുകള് അന്ത്യനാളിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് വരെ എനിക്ക് അവധി തരണം എന്ന് ഇബ്ലീസ് അള്ളാഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ആ അവധി നീട്ടിക്കൊടുത്തു. ഇതുപോലെ ചില കഴിവുകൾ ഈ ദജ്ജാലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. പിന്നെ അയാളുടെ ആ നേരത്തെ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും എടുത്തു കളയപ്പെടും. അവസാനം ഈസാ അലൈഹിസ്സലാം, യഥാർത്ഥ മസീഹ്, അയാളെ കൊല്ലും, അയാളെ വധിക്കും. എന്ന് മാത്രമല്ല അതോടുകൂടി ലോകം അവസാനിക്കുകയും ചെയ്യും. ഇതാണ് അതിനെ കുറിച്ചിട്ടുള്ള ഇമാം നവവിയുടെ ഈ ഹദീസിന്റെ ഏറ്റവും എല്ലാ ഹദീസുകളും പിന്നെ ചേർത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഇമാം നവവി സ്വീകരിച്ചിട്ടുള്ള അതിന്റെ ഒരു ഖുലാസയാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ആറ്റിക്കുറുക്കിയിട്ടുള്ള ഒരു വശമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അയാള് ദൈവമാണ് എന്ന് വാദിക്കില്ല. മസീഹ് ദജ്ജാൽ ഈ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും ദൈവമാണ് ഞാൻ എന്നതല്ല അയാൾ വാദിക്കുക. മറിച്ച് എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്റെ പിന്നാലെ അണിചേരണം, എന്നോടൊപ്പം നിങ്ങൾ ചേരണം. ഇപ്പോ നമ്മുടെ നാട്ടിലെ ആൾ ദൈവങ്ങളും അങ്ങനെ ദൈവമാണെന്ന് വാദിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് ചില പൊടിക്കൈകളൊക്കെ കാണിക്കും, അല്ലെ, ചില മായാജാലങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ തട്ടിപ്പാണെന്ന് ആ സന്ദർഭത്തിൽ തന്നെ നമുക്കൊക്കെ ബോധ്യപ്പെടും, അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ ബോധ്യപ്പെടും. ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ തലക്കകത്ത് വലിയ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ വലിയ ഉദ്യോഗങ്ങളൊക്കെ വഹിച്ചവരും ഒരുപാട് പണമുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ തലക്കകത്ത് വെളിച്ചമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത്തരം ആളുകളൊക്കെ പിൻപറ്റും. അതുപോലെ ദജ്ജാലിനെയും പിൻപറ്റുന്ന ഇത്തരം ചില അള്ളാഹു തന്നെ കൊടുത്ത കഴിവുകൾ വെച്ചിട്ട് അയാളെ പിൻപറ്റുന്ന ആളുകൾ ഉണ്ടായേക്കാം. പക്ഷെ ഒരു നിലക്കും അയാള് ഒരു ദൈവമാണെന്ന് വാദിക്കുകയില്ല. കാരണം അങ്ങനെ വാദിച്ചാൽ തന്നെ അയാളോട് നമുക്ക് ചോദിക്കാവുന്നുള്ളൂ. കാരണം സ്വന്തം കണ്ണ് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത, അല്ലെ, ദജ്ജാൽ ഒറ്റക്കണ്ണനാണെന്നാണ് പറയുന്നത്. അപ്പൊ സ്വന്തം കണ്ണ് പോലും അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത്, ദജ്ജാൽ അഅ്വറാണ്, ഒറ്റക്കണ്ണനാണ്. ഇന്നല്ലാഹ ലൈസ ബി അഅ്വർ, അള്ളാഹു എന്തല്ല, ഒറ്റക്കണ്ണനല്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ദൈവമായിട്ട് ഇയാളെ കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിക്കൊള്ളണം, അയാൾ ദൈവമേ അല്ല, മറിച്ച് സാധാരണ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല അയാളുടെ നെറ്റിത്തടത്തിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകുന്ന പറയുന്നത്. അത് കൃത്യമായിട്ട് അങ്ങനെ ഒരാളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് അന്ത്യനാളിൽ നമുക്ക് വ്യക്തമായി കാണാവുന്ന രൂപത്തിൽ കാഫിർ എന്ന അടയാളം അയാളുടെ നെറ്റിത്തടത്തിൽ കൃത്യമായി പതിച്ചിട്ടുണ്ടാവും എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഒരു പരീക്ഷണം അന്ത്യനാളില്
നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണമായിട്ട് വരാനിരിക്കുന്ന ഒരു സംഗതിയാണ്. ആ സംഗതിയെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടും. അതിന് പറ്റുന്ന എന്താണ് ഈ ദജ്ജാലിന്റെ ഉപദ്രവം എന്താണ്, അല്ലെങ്കിൽ ദജ്ജാൽ പ്രകടിപ്പിക്കുന്ന ഒറ്റക്കണ്ണൻ ആശയങ്ങളുടെ ആകത്തുക എന്താണ് എന്ന് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ കഹ്ഫ് പഠിക്കുമ്പോൾ അതിന്റെ ഓരോ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന കഥകളുടെ വിശദീകരണം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതല്ല യഥാർത്ഥത്തിൽ ഈ ദജ്ജാൽ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളല്ല നമുക്ക് യഥാർത്ഥത്തിൽ രക്ഷ നൽകുന്നത്, മറിച്ച് അള്ളാഹുവിങ്കൽ നിന്നുള്ള യഥാർത്ഥ സത്യത്തിന്റെ ആ പാഠങ്ങളാണ് നമുക്ക് ഗുണം ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഈ ദജ്ജാലിന്റെ ഈ ഒരു ഇത്തരം നമ്മളിപ്പോ കുറെ അടയാളങ്ങൾ പറഞ്ഞല്ലോ, ഈ എല്ലാ ഹദീസുകളും വെച്ചിട്ട് ഇത് വെച്ചിട്ട് മുസ്ലിം സൊസൈറ്റി ഇപ്പൊ തന്നെ ചില ഇത്തരം ഫിത്നകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ചില ഇത്തരം ഏകമുഖമായിട്ടുള്ള പല വീക്ഷണങ്ങളും നമ്മുടെ സമൂഹത്തിൽ വന്നു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഖുർആൻ പ്രൊമോട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു മുന്നോട്ട് പോയി. ഞാൻ കഴിഞ്ഞ ആഴ്ച ആ ഫോൾസ് എക്സ്പെക്ടേഷനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ, ഒരുപാട് തെറ്റായ പ്രതീക്ഷകൾ നമ്മൾ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് വെച്ചു പുലർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു ബാലൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ പതുക്കെ പതുക്കെ നീങ്ങുക എങ്ങോട്ടാണ്? ഈ ദജ്ജാൽ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളിലേക്കാണ്. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. ഈ അതായത് രണ്ട് രൂപത്തിൽ, ഒന്ന് മെറ്റീരിയലിസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതായത് ഭൗതികമായിട്ട് നമ്മൾ പുരോഗമിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാനാവൂ എന്ന് പറയുന്ന ഒരു വീക്ഷണം. അപ്പൊ ദീനിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാഴ്ചപ്പാട് മാറ്റിവെക്കണം. അതായത് ദീൻ എന്ന് പറയുന്നത് ഒരു പഴഞ്ചൻ ആശയമാണ് അല്ലെ. ഇപ്പോ നമ്മൾ ഈ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ഈ അറബ് ലോകത്ത് വരെ യുക്തിവാദവും അതുപോലെ തന്നെ നിരീശ്വരത്വവും ഒക്കെ ഏറ്റവും അതിന്റെ ടോപ്പിൽ വന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജോർദാനിലെ ഒക്കെ ചില യൂണിവേഴ്സിറ്റികളിൽ അള്ളാഹു മരിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ മയ്യത്ത് ഇതാ ഞങ്ങൾ കബറടക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികള് ഒരു ശവം ആ മയ്യത്തായിട്ട് അതിനെ പ്രതീകവൽക്കരിച്ചിട്ട് ഇതാ അള്ളാഹുവിനെ ഞങ്ങൾ കബറടക്കി കളഞ്ഞു എന്ന് പരസ്യമായിട്ട് ഉദ്ഘോഷിക്കുന്ന രൂപത്തില് ദൈവനിരാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള നിഷേധം, യുക്തിവാദം അതിന്റെ പീക്കിൽ എത്തി നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില്. അതുപോലെ തന്നെ ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങൾ, ഇപ്പോ നമ്മൾ നോക്കൂ, ചില ഏകാധിപതികൾ, ഇപ്പൊ തുനീഷ്യയിലൊക്കെ മുമ്പ് ഭരിച്ചിരുന്ന സൈനുൽ ആബിദീൻ ബിൻ അലി, അയാളുടെയൊക്കെ ഏകാധിപത്യത്തിന് കീഴിൽ നോമ്പ് ഹറാമാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. കാരണം നോമ്പ് പിടിക്കേണ്ടതില്ല, അങ്ങനെ പിടിക്കുന്നത് മുസ്ലിം സമൂഹത്തെ ദുർബലപ്പെടുത്തുകയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഭൗതികവാദം ഏറ്റവും ശക്തമായി നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് ഒരു വശത്ത്, അതായത് മെറ്റീരിയലിസത്തിന്റെ ഭൗതികവാദത്തിന്റെ ഭൗതികമായിട്ട് മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ, ആത്മീയമായ ഒരു സംഗതിയും വേണ്ടതില്ല, എന്നാലേ നമുക്ക് പുരോഗതിക്കാൻ പറ്റുള്ളൂ എന്ന ഒരു വീക്ഷണം ഒരു ഭാഗത്ത്. മറുവശത്ത് മുസ്ലിങ്ങൾ ആത്മീയമായിട്ട് പോയി എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാല് എല്ലാ ഭൗതികതയും നമ്മൾ നിരാകരിക്കണം, ടെക്നോളജി നമുക്ക് പാടില്ല, പണം അല്ലെങ്കിൽ ലക്ഷറി ഈ പറഞ്ഞ ഒരു സംഗതി നമുക്ക് പാടില്ല, അതൊരു ഫിത്നയാണ്, പണം ഒരു ഫിത്നയാണ്, ആ പണം പരിപൂർണമായിട്ടും ഉപേക്ഷിക്കണം, നമ്മളൊരു പാവപ്പെട്ട ജീവിതം, ഒരു മിസ്കീന്റെ ജീവിതം ജീവിച്ചാൽ മതി, എല്ലാ അർത്ഥത്തിലും സുഹൃത്ത്, പരിപൂർണമായിട്ടും ഒരു മിസ്കീന്റെ ജീവിതം. ഇങ്ങനെ ഈ രണ്ട് എക്സ്ട്രീമില് നമ്മുടെ ആളുകൾ പലപ്പോഴും പെട്ടുപോയിട്ടുണ്ട്. ഇതാണ് വാസ്തവത്തിൽ ദജ്ജാല് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഗതി. അതായത് ഒരു ഭാഗത്ത് ദജ്ജാൽ ഈ മെറ്റീരിയലിസത്തെ നമുക്ക് അട്രാക്റ്റീവായി കാണിക്കും, അതിനെ ഒരു ആകർഷണീയമായി കാണിക്കും. അതിൽ നമ്മൾ വശംവദരായിട്ട് ഒരു വിഭാഗം അങ്ങനെ പോകുമ്പോൾ മറുവശത്ത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യും? നേരെ അതിന്റെ ഓപ്പോസിറ്റ് വശത്തേക്ക് ആളുകളെ കൊണ്ടുവരും. പരിപൂർണമായിട്ടും ഇതിനൊക്കെ എതിർക്കണം എന്ന അർത്ഥത്തിൽ ഒരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള, വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പൊ ഈ ഒരു പ്രശ്നം നമ്മുടെ മുസ്ലിം സമൂഹം കാലങ്ങളായിട്ട് അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ വേറൊരു വശം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ നോക്കും, നമ്മുടെ മുസ്ലിം സൊസൈറ്റി, പ്രത്യേകിച്ച് അറബ് മുസ്ലിം ലോകത്തെ കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ, ഈ മിക്കവാറും അറബ് മുസ്ലിം രാജ്യങ്ങള് കഴിഞ്ഞ ഒരു 2 നൂറ്റാണ്ടുകൾക്കുള്ളിലായിട്ട് ഒരുപാട് അധിനിവേശത്തിന് വിധേയമായിട്ടുണ്ട് അല്ലെ. ബ്രിട്ടീഷ്
സാമ്രാജ്യത്വ അധിനിവേശം, അതുപോലെ തന്നെ ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഡച്ച്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഇങ്ങനെയുള്ള കുറെ കൊളോണിയൽ അധിനിവേശത്തിന് മുസ്ലിം സമൂഹങ്ങൾ വിധേയരായിട്ടുണ്ട്. ആ അധിനിവേശത്തിന്റെ ഒക്കെ അനന്തര ഫലമായിട്ട് ഉണ്ടായ ഒരു സംഗതി എന്താന്ന് വെച്ചാല്, ഒരു വിഭാഗം ഇതിനെതിരെ പരിപൂർണമായിട്ടും, ഈ അധിനിവേശത്തെ നമ്മൾ പൂർണ്ണമായിട്ടും എതിർക്കണം എന്ന് മാത്രമല്ല, അവർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു മൂല്യത്തോടും നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രതിപത്തിയും പാടില്ല. അത് വിജ്ഞാനത്തിന്റെ കാര്യത്തിലാവട്ടെ, പുരോഗതിയുടെ കാര്യത്തിലാകട്ടെ, സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലാകട്ടെ, എല്ലാം. ഇപ്പൊ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് ഒരു കാലത്ത് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടത്? ആ അധിനിവേശത്തോടുള്ള വിരോധമാണ്. പക്ഷേ അത്തരം വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ചിന്താഗതി നമ്മളെ എവിടെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും വിദ്യാഭ്യാസപരമായിട്ടും പുരോഗതിയുടെ മാർഗത്തിലും നമ്മളെ തടഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഒരു വിദ്യാഭ്യാസം ഒന്നും വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറും മതപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം, ഖുർആൻ ഹിഫ്ളാക്കിയാൽ മതി, ഖുർആൻ കാണാതെ പഠിച്ചാൽ മതി, അതോടുകൂടി നമുക്ക് എല്ലാമായി, ഹദീസ്, ആ ഒരു ദീനി വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കി? അതിനെ മതപരമായിട്ടുള്ള അറബി ഭാഷ പഠിക്കുക, ഖുർആൻ കാണാതെ പഠിക്കുക, ഹദീസുകൾ ലഫ്ളുകൾ അനുസരിച്ച് ഉച്ചരിക്കാനും അത് കാണാതെ പഠിക്കാനും അത് മനസ്സിലാക്കാനും മാത്രം വിനിയോഗിക്കുക. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അത് വാസ്തവത്തിൽ ഖുർആന്റെ തന്നെ അധ്യാപനങ്ങൾക്കെതിരാണ്, ഹദീസുകളുടെ അധ്യാപനങ്ങൾക്കെതിരാണ്. നമ്മൾ നോക്കൂ, ഈ വിശുദ്ധ ഖുർആനും ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാനത്തിന് കൊടുത്ത പ്രാധാന്യമൊക്കെ ഒരു ഘട്ടത്തില് മുസ്ലിം സമൂഹത്തെ എവിടെ എത്തിച്ചിരുന്നു? നമ്മൾ മധ്യ കാലഘട്ടം എടുത്തു നോക്കാം, മിഡീവൽ സെഞ്ചുറീസ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സയന്റിസ്റ്റുകൾ, അല്ലെ, ആൽഗോരിതം സൃഷ്ടിച്ച ആളുകൾ, അൽ ഖവാരിസ്മി, അൽ ഫാറാബി, ജാബിർ ഇബ്നു ഹയ്യാൻ, ഇബ്നു കസീർ അല്ലെങ്കിൽ ഇബ്നു ഇസ്ഹാഖ്, അതുപോലെ പിന്നെ ഇബ്നു സീന, ഇങ്ങനെ ഒരുപാട് മെഡിസിനും അസ്ട്രോണമിയും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും അരിത്മെറ്റിക്കും ഇതൊക്കെ പഠിക്കുന്ന, ഗോളശാസ്ത്രങ്ങളും അസ്ട്രോണമിയും ഒക്കെ പഠിക്കുന്ന, അതിന്റെയൊക്കെ ഏറ്റവും ടോപ്പിൽ ലോകത്തെ നയിക്കുന്ന മധ്യകാലഘട്ടത്തില് അതിനെക്കുറിച്ചുള്ള ഒരുപാട് റിസോഴ്സസ് ഇന്ന് ലഭ്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ആ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം എങ്ങനെയാണ് ലോകത്തെ വഴി നടത്തിയത് എന്ന് കാണിക്കുന്ന ഒരുപാട് റിസോഴ്സ് നമുക്ക് കിട്ടും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നടന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഈ അധിനിവേശങ്ങളാണ്. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ പല മുസ്ലിം രാജ്യങ്ങളിലെയും ഈ കൊളോണിയൽ, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഡച്ച്, ഇറ്റാലിയൻ കൊളോണിയലിസം, അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇന്ത്യയിലും പാകിസ്ഥാൻ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റില്, അതുപോലെ തന്നെ മധ്യേഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ, അൾജീരിയ, മൊറോക്കോ, തുനീഷ്യ, ഇതുപോലെ ലിബിയ, ഇവിടുത്തെ ഈ ഗൾഫ് പ്രദേശങ്ങൾ ഒക്കെ പല സാമ്രാജ്യങ്ങൾ. ഈ ഫലസ്തീൻ പ്രശ്നം തന്നെ ഇത്തരം വഷളാവാൻ കാരണം എന്താ? ബ്രിട്ടീഷ് അധിനിവേശമാണ്. ആ ബ്രിട്ടീഷുകാരാണ് ആ പ്രശ്നത്തെ ഇത്രയും രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ അധിനിവേശത്തിന്റെ ഫലമായിട്ട് നമ്മളിലും ആ അധിനിവേശകരുടെ അതേ ചിന്താഗതി നമ്മളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ക്രിസ്ത്യൻ കാഴ്ചപ്പാടായിരുന്നു എന്ത്? ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ദൈവത്തിനല്ല. ഫിസിക്കൽ യൂണിവേഴ്സിന് പ്രാധാന്യം കൊടുക്കണം. ദൈവം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുക, സോളിന്, ആത്മാവിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈ ലോക ജീവിതത്തിന്, ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക, പരലോകത്തിന് വേണ്ടതില്ല. പിന്നെ നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ ധാർമ്മികത തീരുമാനിക്കേണ്ടത് നമ്മളാണ്, നമ്മുടെ ആളുകൾ കൂടിച്ചേർന്നിട്ടാണ്. അതായത് പണ്ട് കാലത്ത് ഹറാമായിരുന്നത് ഇന്ന് ഹലാലാവും, അല്ലെ? ഒരു കാലത്ത് ഇപ്പോ LGBTQ എന്ന് പറയുന്ന ഒരു സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഇന്നത് വലിയൊരു പ്രസ്ഥാനമായിട്ട് വളർന്നു. എന്ന് വെച്ചാൽ മൊറാലിറ്റിയെ ആപേക്ഷികമാക്കി മാറ്റി. ഒരു സ്ഥായിയായ ഒരു മൊറാലിറ്റി ഇല്ല, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റാൻഡ് മൊറാലിറ്റി ഇല്ല, മറിച്ച് റിലേറ്റീവ് മൊറാലിറ്റി ആണുള്ളത്. അപ്പം ഈ പറഞ്ഞ സംഗതി പ്രപഞ്ചത്തിന് പ്രാധാന്യം കൊടുക്കുക, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക, നമ്മുടെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുക, ആത്മാവിനെ വിട്ടുകളയുക, നമ്മുടെ ഈ ലോക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക, പരലോകത്തെ വിട്ടുകളയുക, നമ്മുടെ ധാർമ്മികതയെ ആപേക്ഷികമാക്കി മാറ്റുക, അതിന് ഒരു നിരന്തരമുള്ള നൈരന്തര്യമുള്ള ഒരു ധാർമ്മികതയ്ക്ക് പകരം ഈ ഒരു കൺസെപ്റ്റ് മുസ്ലിം സമൂഹത്തിലും വളർന്നു വന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ സിസ്റ്റം, ഇപ്പൊ നമ്മൾ നോക്കൂ,
നമ്മുടെ കൂട്ടത്തില് നന്നായിട്ട് നല്ല കഴിവുള്ള ഒരു ഡോക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു MBBS, അല്ലെങ്കിൽ നല്ലൊരു സയന്റിസ്റ്റ്, നല്ല ഒരു ഫിസിസിസ്റ്റ്. ഇവർക്ക് പടച്ചവനെ കുറിച്ച് അല്ലെങ്കിൽ ദീനിനെ കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഒന്നും അറിയാത്ത രൂപത്തിൽ അവർ ആ ഒരു ഭൗതികമായിട്ട് ആ ഒരു ലെവലിലാണ് അവർ കയറി പോവുക. നേരെ മറിച്ച് ഇപ്പുറത്തൊരു നല്ല മൗലവി, നല്ലൊരു മൗലാന, ഞാൻ ആരും പ്രത്യേകിച്ച് എടുത്തു പറയല, ഒരു 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 സാമാന്യ അവസ്ഥ പറയാണ്. ആ മൗലവിക്ക് നല്ല ദീനി വിജ്ഞാനം ഉണ്ടാവും, പക്ഷെ ഭൗതികമായ സംഗതികളുമായിട്ട് അയാൾക്ക് സംവദിക്കാൻ സാധിക്കുന്നില്ല. അയാൾക്ക് ഫിസിക്സിനെ കുറിച്ചോ കെമിസ്ട്രിയെ കുറിച്ചോ മാത്തമാറ്റിക്സിനെ കുറിച്ചോ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഈ AI-നെ കുറിച്ചോ ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു ദീനി പണ്ഡിതൻ. ഇപ്പുറത്ത് ഭൗതികമായി ഒരുപാട് വിജ്ഞാനം, നന്നായിട്ട് അഗാധമായ വിജ്ഞാനം നേടിയ ഒരാള്, പക്ഷെ അയാൾക്ക് അടിസ്ഥാനപരമായിട്ട് ഖുർആനിനെ കുറിച്ച് ഒന്നും അറിയില്ല. അല്ലെങ്കിൽ ഖുർആൻ എങ്ങനെയുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ, വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു ഗ്രന്ഥം. ശരിക്കും നമ്മൾ നോക്കൂ, ഖുർആൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സയൻസിന്റെ എല്ലാ വശങ്ങളെയും അപഗ്രഥിച്ച് പഠിപ്പിച്ചു തരുന്ന, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം. പക്ഷെ അത് അങ്ങനെയാണ് എന്ന ഒരു ധാരണ പോലും ഇല്ലാത്ത ഒരു ഭൗതികവാദി, മറുവശത്ത് ഭൗതിക ജീവിതത്തെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത ഒരു മൗലാന. അതിനെക്കുറിച്ച് ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞത്, ദീനറിയാത്ത മിസ്റ്റർമാരും ദുനിയാവറിയാത്ത മുല്ലമാരും, അങ്ങനത്തെ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി. ദീനറിയാത്ത മിസ്റ്റർമാര്, ദുനിയാവറിയാത്ത മുല്ലമാര് എന്ന് പറഞ്ഞാൽ ആ ഒരു വിഭജനം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. വാസ്തവത്തിൽ അങ്ങനെ ഒരു വിഭജനം ഇല്ലാത്ത ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാമില് വിജ്ഞാനത്തിന്റെ ഈ ഒരു വിഭജനം ഇസ്ലാമിന് അറിയുകയേ ഇല്ല. നമ്മൾ ജിയോഗ്രഫി പഠിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓഷ്യാനോഗ്രഫി പഠിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആരിത്മെറ്റിക്സും മാത്തമാറ്റിക്സും അസ്ട്രോണമിയും അനാട്ടമിയും പഠിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഫിസിക്സിന്റെ ഉന്നതമായ ഭൗതിക ശാസ്ത്രത്തിന്റെ ഊർജത്തിന്റെ അനന്തമായ സാധ്യതകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ അള്ളാഹു നമ്മളോട് പഠിക്കാൻ പറഞ്ഞ സംഗതിയാണ് എന്ന ബോധം പോലും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. നമ്മളതുകൊണ്ടാണ് നമ്മൾ ഒരേ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും പല പരീക്ഷണങ്ങൾ നടത്തും അല്ലെ. ഒറ്റ CBSE സിലബസ് പഠിപ്പിച്ചിട്ട് അവിടെ തന്നെ മദ്രസയും കൊടുക്കും. അപ്പൊ നമ്മൾ കുൽഹു അല്ലാഹു അഹദ് പഠിപ്പിക്കും അല്ലെ. അള്ളാഹു പറയുക, അള്ളാഹു ഏകനാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായിട്ട് ആരുമില്ല. പക്ഷെ അതേ അടുത്ത് കഴിഞ്ഞ അടുത്ത പീരീഡ് നമ്മൾ ഫിസിക്സ് പഠിക്കും. ഫിസിക്സ് പഠിക്കുമ്പോൾ ആ ഫിസിക്സിൽ ദൈവമേ ഇല്ലാത്തൊരു ലോകത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. എത്ര വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കും, അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പഠിപ്പിക്കും, ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ സൃഷ്ടാവായ ലോകത്തെ കുറിച്ച് പഠിപ്പിക്കും. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ പഠിപ്പിക്കുക ഡാർവിനിസം അല്ലെ. ഈ പ്രപഞ്ചം സ്വതവേ ഉണ്ടായതാണ്, ഒരു ബിഗ് എക്സ്പ്ലോഷന്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. ഈ മനുഷ്യൻ സ്വതവേ ഉണ്ടായവനാണ്. ഈ മനുഷ്യനൊരു ഭൗതിക ജീവിതം മാത്രമേ ഉള്ളൂ, ഒരു പരലോക ജീവിതമില്ല. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ മോറൽ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ആത്മാവിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ ഈ ഒരു വൈരുദ്ധ്യം ഇന്ന് ലോകത്തുണ്ട്. ഈ ഒരു ബാലൻസിനെ കുറിച്ചാണ് നമ്മൾ ദജ്ജാലിന്റെ കാഴ്ചപ്പാടിലൂടെ ഇപ്പൊ വാസ്തവത്തിൽ ലോകത്ത് മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. ഈ പ്രശ്നത്തെ, ഈ ഒരു പ്രെഡിക്കമെന്റിനെ നേരിടാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നേരെ മറിച്ച് ഇനി മറ്റൊരു ഇതിന്റെ ഒരു പ്രശ്നം നോക്കി, ഈ കൊളോണിയലിസത്തിന്റെ ഒരു പ്രശ്നം നോക്കി, അതും കൂടെ പറഞ്ഞിട്ട് ഞാനിത് ഈ ഭാഗം അവസാനിപ്പിക്കണം. എന്നിട്ട് നമുക്ക് സൂറത്ത് കഹ്ഫിന്റെ ആദ്യത്തെ ആയത്തിലേക്ക് പോകാം. കാരണം അതിനെക്കുറിച്ച് എത്രയോ പറഞ്ഞാൽ ഇപ്പോ ഈ ഒരൊറ്റ ക്ലാസ്സിൽ മുഴുവൻ പറഞ്ഞാൽ അത് തീരൂല. പക്ഷെ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്കത് വല്ലാതെ അതിൻ്റെ അകത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു താല്പര്യമില്ലാത്തൊരു സംഗതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരുപാട് പോകുന്നില്ല. അതായത് ഇപ്പൊ നോക്കൂ, അൾജീരിയ ഫോർ എക്സാമ്പിൾ, അൾജീരിയ എടുത്തു നോക്കൂ. അൾജീരിയനെ ഫ്രാൻസ് കോളണിയാക്കി വെച്ചിരുന്നാണ് 200 കൊല്ലം. കൂട്ടക്കൊല, മില്യൺ കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് ഫ്രാൻസ്. പക്ഷെ ഇന്നത്തെ ഒരു അൾജീരിയൻ യുവാവിനോട് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറയും, എനിക്ക് ഫ്രാൻസിൽ സെറ്റിൽ ആകണം എന്നതായിരിക്കും അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ബ്രിട്ടൻ ആയിരുന്നു
നമ്മുടെ ഒരു സാമ്രാജ്യത്തെ അധിനിവേശ ശക്തി. പക്ഷെ നമ്മുടെ പലപ്പോഴും ചെറുപ്പക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം എന്താ, UK പോയി പഠിച്ച അവിടുത്തെ സിറ്റിസൺ ആവണം, അമേരിക്ക. ഇതുപോലെ അതായത് നമ്മളെ കൊളോണൈസ് ചെയ്ത അതേ ആളുകളെ അവരുടെ ആ സംസ്കാരത്തെയും, ഞാൻ പറയുന്നത് അവിടെയൊക്കെ പോയി നമ്മൾ വിജ്ഞാനം നേടി നമ്മൾ അള്ളാഹുവിന്റെ എല്ലാ ഭൂമി അള്ളാഹിന്റേതാണ്, എവിടെയും സഞ്ചരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ആ സഞ്ചരിച്ചിട്ട് പോയിട്ട് അവിടെയൊക്കെ ഉപജീവനം നടത്തുന്നതൊന്നും തെറ്റായിട്ടോ അല്ലെങ്കിൽ അതൊക്കെ ഒരു മോശമായിട്ടല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വരുന്ന മാറ്റങ്ങളാണ്. അതായത് നമ്മളെ കൊളോണൈസ് ചെയ്ത ആളുകളുടെ അതേ ആശയത്തെ അപ്പടി നമ്മൾ പിൻപറ്റുക. അങ്ങനത്തെ ഒരു അവസ്ഥ മുസ്ലിം ജനസാമാന്യത്തിന് വന്നിട്ടുണ്ട് ഇന്നിപ്പോ. ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് അത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ അത് മനസ്സിലാക്കി മാറി വന്നിട്ട് അള്ളാഹുവിന്റെ വചനം പഠിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഈ മുസ്ലിം സമൂഹത്തിന്റെ ഈ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമല്ലോ. എത്ര പേർക്ക് ഇതുപോലെ ഒരു ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും, ഞാൻ മ്യൂട്ടഡ് ആണോ? കേൾക്കുന്നുണ്ടോ? മ്യൂട്ടഡ് ആണോ ഞാൻ? അല്ലല്ലോ. ഓക്കെ. ഓക്കെ. അപ്പോ ഈ അതായത് പിന്നെ പറഞ്ഞു വന്നത് അതാണ്, നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കില്ല, നമ്മുടെ സമൂഹത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു തന്നാൽ ഈ വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് വേണ്ട ഒരു സംഗതിയാണെന്ന അർത്ഥത്തിൽ പഠിക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട്, എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്? ആലോചിച്ച് നോക്കൂ. വളരെ കുറഞ്ഞ ഒരു ശതമാനമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും പള്ളികളായ പള്ളികളൊക്കെ നിറഞ്ഞിരിക്കുന്നു, റമദാൻ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പള്ളികളിലൊക്കെ എല്ലാവരും ഖുർആൻ ഓതുന്നു, ഒക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ എത്ര ശതമാനം, എത്ര പെർസെന്റേജ് ഉണ്ട്? വളരെ അപൂർവമുള്ളൂ. ഇനി ഉള്ളവരിൽ തന്നെ എത്ര പേർക്ക് ഈ വിശുദ്ധ ഖുർആനിനെ ആ പറഞ്ഞ ഒരു പെർസ്പെക്റ്റീവില് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ചാലക ശക്തിയായിട്ട്, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് ഖുർആൻ എന്ന് മനസ്സിലാക്കിയ എത്ര പേരുണ്ട്? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ പരിഹാരം നിർദ്ദേശിക്കുന്നു ഖുർആൻ എടുത്തു വെച്ച് നോക്കിയാൽ, ഇതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് ഐഹിക ജീവിതത്തിന്റെ ഓരോ പ്രശ്നത്തിനും പരിഹാരം കിട്ടും എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട്? വെള്ളിയാഴ്ച പള്ളിയിൽ ഇരുന്നിട്ട് വെറുതെ എങ്ങനെയാ 20% വളരെ വളരെ കൂടിപ്പോയി. 20% എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ പള്ളിയിൽ പോയിരിക്കുമ്പോ, വെള്ളിയാഴ്ചയൊക്കെ ജുമാക്കൊക്കെ പള്ളിയിൽ പോയിരിക്കുമ്പോ ഖുർആൻ ഓതുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്ന ആളുകൾ, അല്ലെ? ഖുർആൻ ഓതുന്ന ആളുകൾ. അതിൽ നിങ്ങൾ വെറുതെ റാൻഡമായിട്ട് ആളുകളോട് ചോദിച്ചു നോക്കുക, എത്ര പേർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും? എത്ര പേർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും? വായിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ അർത്ഥം അറിഞ്ഞ് വായിക്കുന്ന എത്ര പേരുണ്ടാവും? ജസ്റ്റ് നമ്മളൊരു റാൻഡമായിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഇങ്ങനെ വായിക്കാനാണോ ഖുർആൻ? റമദാന് നമ്മളെല്ലാവരും ഖുർആൻ ഒരുപാട് ഓതുകയും തറാവീഹിന് നല്ല ഖിറാത്തുള്ള പള്ളിയിലൊക്കെ പോവുകയും ചെയ്യുന്നവരാണല്ലോ. എത്ര ശതമാനം പേർക്ക് ഈ ഖുർആൻ കേൾക്കുമ്പോ അല്ലെങ്കിൽ ഇത് പാരായണം ചെയ്യുമ്പോ അല്ലെങ്കിൽ ഓക്കെ, അത് പഠിക്കാൻ കഴിയാത്തവരുടെ ഒരു അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു ജെന്യൂവിൻ ആയിട്ട്, ഒരു സിൻസിയർ ആയിട്ട് എഫേർട്ട് എത്ര പേര് എടുക്കുന്നുണ്ട്? അങ്ങനത്തെ ഒരു സമുദായത്തെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ പോംവഴി എന്താ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഇത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു നിരാശ, അങ്ങനത്തെ ഒരു നമുക്ക് പഠിക്കാൻ കഴിയാത്ത, ഖുർആൻ മനസ്സിലാക്കാൻ കഴിയാത്ത ആരെങ്കിലും ഒക്കെ ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് ഞാൻ ആ അർത്ഥത്തിൽ വളരെ ഐ ആം സോ പ്രൗഡ് ഓഫ് യു. വൈ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്? ഈ ഒരു മണിക്കൂർ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം എന്താ? നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറണം എന്ന ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ. അതായത് ഈ വിശുദ്ധ ഖുർആനെ എനിക്ക് മനസ്സിലാകണം. എന്താണ് സൂറത്തുൽ കഹ്ഫ്? എല്ലാ വെള്ളിയാഴ്ച ഞാൻ ഓതുന്ന ഈ സൂറത്തുൽ കഹ്ഫ് എന്താണ് അതിൽ പറയുന്നത് എന്ന് എനിക്ക് തിരിയണം. ഏറ്റവും ചുരുങ്ങിയത് അതിലെ അതിന്റെ ഒരു ചെറിയൊരു വിശദീകരണമെങ്കിലും എനിക്ക് ാണല്ലോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അത് ഐ ആം സോ പ്രൗഡ് ഓഫ് യു. ഐ അപ്രീസിയേറ്റ് ദാറ്റ്. ഞാനും ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല ഞാനും ഇരിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും വി ആർ സ്റ്റുഡൻസ് ഓഫ് ഖുർആൻ. അറ്റ്ലീസ്റ്റ് നമ്മൾ എല്ലാവരും ഇങ്ങനെയെങ്കിലും ആകണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ മുസ്ലിം സമുദായം നമ്മളെല്ലാവരും ഇങ്ങനെയെങ്കിലും ആകാത്തിടത്തോളം കാലം ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട, ഒരുപാട് വല്ലാതെ അഗാധമായിട്ട് പോവേണ്ടതില്ല. മറിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെയെങ്കിലും ഖുർആനിനെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ്, ഒരു താല്പര്യം നമുക്കില്ലെങ്കിൽ ഈ സമുദായം ഇനിയും
ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും എന്നതാണ് പ്രശ്നം. വാസ്തവത്തിൽ ദജ്ജാലിന്റെ ഏറ്റവും വലിയ ഫിത്ന അതാണ്. എന്താണ്? ഈ ഭൂമിയിലെ മറ്റുള്ളതെല്ലാം ബ്യൂട്ടിഫൈ ചെയ്ത് കാണിക്കുക, പക്ഷെ അള്ളാഹുവിന്റെ വചനങ്ങളോ അവന്റെ ജീവിത വീക്ഷണമോ അവൻ മുന്നോട്ട് വെക്കുന്ന പരലോകത്തെക്കുറിച്ചുള്ള ബോധമോ അവൻ മുന്നോട്ട് വെക്കുന്ന വിജയത്തിന്റെ കാരണങ്ങളോ അതൊന്നും അറിയാതെ ഞാൻ എന്റേതായ ഒരു ലോകത്ത് എനിക്ക് കുറച്ച് പണം ഉണ്ടാക്കണം, രാവിലെ എണീറ്റ് ജോലിക്ക് പോകണം, ശമ്പളം കിട്ടണം, അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, വീടുണ്ടാക്കണം, വാഹനം വാങ്ങിക്കണം, പെട്രോൾ അടിക്കണം, ഇത്തരം കുറെ ദൈനംദിന ജീവിതത്തിന്റെ ചിന്തകൾ മാത്രമായിട്ട് നടക്കുന്ന ഒരു സമുദായമായിട്ട് നമ്മൾ മാറിയാൽ പറ്റില്ല. മറിച്ച് ഈ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്ന, ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന, ഇതിന്റെ ജീവിത വീക്ഷണത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറുമ്പോൾ മാത്രമാണ് ദജ്ജാലിന്റെ ഉപദ്രവത്തെ നേരിടാൻ നമ്മളെ ഖുർആൻ പ്രാപ്തമാക്കൂ. ഇതാണ് ഇതിന്റെ ആറ്റിക്കുറുക്കി പറഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സൂറത്തുൽ കഹ്ഫിലേക്ക് കടക്കുന്നത്. ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് പോവാം. അതായത് ഇപ്പൊ ജീവിത വീക്ഷണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോ ഈ ക്രിസ്ത്യാനിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് കാത്തോലിസിസം, അല്ലെ? കാത്തോലിസിസം. ആ കാത്തോലിസത്തിന്റെ ആത്മീയ അവരുടേതായിട്ടുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായപ്പോ വന്ന ഒരു കാത്തോലിസത്തിനെതിരെ വന്ന ഒരു സംഗതിയാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിസം, അല്ലെ? പ്രൊട്ടസ്റ്റാന്റിസം. ഈ പ്രൊട്ടസ്റ്റാന്റിസത്തിന് ഒരു വിഭാവന എന്താണെന്നറിയോ? അതായത് നമുക്ക് കുറച്ച് പണം ഭൂമിയിൽ ഉണ്ടെങ്കിൽ, ഭൗതികമായ കുറച്ച് ശക്തി നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നതാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നതാണ്. എങ്ങനെയാണെങ്കിൽ ഭൗതികമായി നമ്മൾ വിജയിച്ചാൽ, നമുക്ക് നല്ല ജോലി കിട്ടിയാൽ, നല്ല ശമ്പളമുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയാൽ, നല്ല വീടുണ്ടായാൽ, നല്ല സമ്പത്തുണ്ടായാൽ, നല്ല കാറുണ്ടായാൽ, ഇതൊക്കെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. അതില്ലെങ്കിലോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നർത്ഥം. ഇത് പ്രൊട്ടസ്റ്റാനിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിചാരമാണ്. നമുക്കുമില്ല ആ വിചാരം. ശരിക്കും സൂറത്തുൽ കഹ്ഫിലെ രണ്ടാമത്തെ കഥ എന്താ? രണ്ടാമത്തെ കഥയില് ആ തോട്ടക്കാരൻ പറയുന്നത് എന്താ? വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല, അല്ലെ? അന അക്സറു മിൻക ഖാല, എന്താണ്? വഹുവ യുഹാവിർഹു, അവൻ തന്റെ സാഹിബിനോട് പറയാണ്. ഖാല ലി സാഹിബിഹി വഹുവ യുഹാവിർഹു, ആ രണ്ട് തോട്ടക്കാരിൽ തോട്ടം ലഭിച്ച ആള്, ഒരുപാട് തോട്ടത്തിന്റെ ഇത് ലഭിച്ച ആള് മറ്റേ ആളോട് പറയാണ്. എന്താ പറയുന്നത്? അന അക്സറു മിൻക മാലൻ വഅസ്സു നഫറ, ഞാൻ നിന്നെക്കാളും സമ്പത്തുള്ള ആളാണ്, അല്ലെ? സമ്പത്തുള്ള ആളാണ്, എനിക്ക് ഒരുപാട് ആൾബലമുണ്ട്. എന്നിട്ട് മാ അളുന്നു അന്ന സാഅത ഖായിമതൻ, ഞാൻ വിചാരിക്കുന്നില്ല പരലോകം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വല ഇൻ റുദിത്തു ഇലാ റബ്ബി, ഇനി അഥവാ എന്റെ റബ്ബിലേക്ക് എനിക്ക് മടങ്ങി പോകേണ്ടി വന്നാൽ ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ, എനിക്ക് ഇതിനേക്കാളും നല്ല സംഗതി അവിടെ കിട്ടും. കാരണം ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് പരലോകത്ത് ലഭിക്കാനുള്ളതിന്റെ ഒരു പ്രിവ്യൂ ആണ്, ഒരു ട്രെയിലറാണ്. ഇതൊരു ടീസറാണ്. ഇതിന്റെ അപ്പുറത്ത് ഇവിടെ കിട്ടിയത് വെച്ചിട്ട് എനിക്ക് നാളെ പരലോകത്ത് കിട്ടും. നമ്മളുടെ നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെ വിചാരിക്കുന്നില്ലേ? അതുകൊണ്ടാണല്ലോ പലിശക്കെടുത്ത് വീട് വെച്ചിട്ട് ആ വീടിന്റെ മുമ്പിൽ നമ്മൾ എഴുതി വെക്കും. എന്തെന്നാ എഴുതി വെക്കണം? ഹാദാ മിൻ ഫദ്ലി റബ്ബി. പലിശയായിരിക്കും മൊത്തം. അല്ലെങ്കിൽ ഹറാമായി അഴിമതിയിലൂടെയും കൈക്കൂലിയുടെയും ഒക്കെ ഞാൻ ആ ആയത്തെ എഴുതി വെക്കുന്നതിനെ വിമർശിക്കല്ല കേട്ടോ. അത് എഴുതി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് ശേഷമുള്ള ആയത്തും കൂടെ എഴുതി വെച്ചാൽ മതി. എന്താ? ഹാദാ മിൻ ഫദ്ലി റബ്ബി. അതിന് ശേഷമുള്ള എന്താ? ആർക്കെങ്കിലും അറിയോ? എല്ലാവരുടെയും വീട്ടിലുണ്ടാവൂലേ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന്? മിക്കവാറും ആളുകളുടെയൊക്കെ വീട്ടിലുണ്ടാവൂലേ ഹാദാ മിൻ ഫദ്ലി റബ്ബി? അതിന് ശേഷം എന്താ വരണ? ആരെങ്കിലും പറയും. ആർക്ക് പറഞ്ഞൂടെ? അല്ലല്ല, ലിയബ്ലുവനി, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി, പറയേ, ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി, എന്നെ അവൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചാണ്. അഷ്കുർ അം അക്ഫുർ, വെദർ ഐ ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ഓർ ഐ ഷോ ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നോ അതല്ല
കൃതജ്ഞത കാണിക്കുന്നു, നന്ദി നിഷേധം കാണിക്കുന്നുവോ? ഇതാണ് ശരിക്ക്. പക്ഷെ നമ്മൾ ആ ഒരു ആയത്തിനെ അപ്പോഴും നമ്മൾ കൈവിടൂല. കാരണം നമ്മുടെ വിചാരം ഈ ഭൗതികമായ ഇതൊക്കെ എനിക്ക് ലഭിച്ചത് പടച്ചവനോട് പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോ അത് ശരിക്കും ആ കാഴ്ചപ്പാട് നമ്മിലേക്കും വന്നിരിക്കുന്നു. അതായത് ഏത് രൂപത്തിലും പണം സമ്പാദിച്ചാൽ ആ പണം കൊണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിന്റെ തൃപ്തി നേടാം. പള്ളി കമ്മിറ്റിക്ക് കുറച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ജക്കാത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ചെന്തെങ്കിലും 27-ാം രാവിന് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത എല്ലാ ഹറാമുകളും സമ്പാദിച്ച എല്ലാ ഹറാം സമ്പാദ്യങ്ങളൊക്കെ ശരിയായിക്കോളും എന്ന ഒരു വിചാരം ആ വിചാരത്തിന്റെ മുകളിലാണ് ഈ സൂറത്തുൽ കഹ്ഫിലെ 2ാമത്തെ കഥയിലൂടെ അള്ളാഹു കത്തിവെക്കുന്നത്. അവിടെ അള്ളാഹ് പറഞ്ഞൊരു വാചകമുണ്ട്, അത് നമ്മൾ വിശദീകരിക്കാം. ആ കഥയുടെ സന്ദർഭത്തിൽ അവസാനം ആ തോട്ടം നശിച്ചു കഴിയുമ്പോൾ അയാൾ പറയുന്നൊരു യാ ലൈതനി ലം ഉശ്രിക് ബി റബ്ബി അഹദ, ഞാൻ എൻ്റെ റബ്ബിൽ ഷിർക്ക് ചെയ്യാതിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന എപ്പോഴാ? ഈ തോട്ടം നശിച്ചു കഴിയുമ്പോഴാണ്. അത് നമുക്ക് അപ്പോഴും വിശദീകരിക്കാം. അപ്പോ അതുപോലെയാണ് സൂറത്തുൽ കഹ്ഫ് നമ്മുടെ ഈ ഒറ്റക്കണ്ണൻ നയങ്ങളെ, ഒറ്റക്കണ്ണൻ തത്വങ്ങളെ, നമ്മുടെ ഒറ്റക്കണ്ണൻ വിചാരങ്ങളെ അള്ളാഹു കൈകാര്യം ചെയ്യുന്നത് സൂറത്തുൽ കഹ്ഫിലൂടെ. അങ്ങനെയാണ്. ഓക്കെ, അത് പറഞ്ഞിട്ട് ഏതായാലും നമ്മൾ ഇന്ന് സൂക്തം 1 നമ്മുടെ ടൈറ്റിലിൽ എഴുതിയതാണല്ലോ, അതുകൊണ്ട് നമ്മൾ സൂക്തം 1 ഒന്ന് പ്രവേശിക്കാം. എന്നിട്ട് സൂക്തം 1 ബി ആയിക്കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ സൂറത്തിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കാം. അപ്പൊ ഈ ഒരു ആമുഖം, എനിക്കറിയാം ഇത് സമഗ്രമല്ല, ഇതിനൊക്കെ ഒരുപാട് ഇനിയും നിങ്ങൾക്ക് ദജ്ജാലിനെ കുറിച്ചുള്ള സംശയങ്ങൾ ബാക്കിയുണ്ടാവും. അതവിടെ നിന്നോട്ടെ, അതങ്ങനെ സംശയമായിട്ട് തന്നെ നിന്നോട്ടെ. പക്ഷെ നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് ഉറപ്പാണ് ദജ്ജാലിനെ നേരിടാനുള്ള ഒരു ശേഷി, ദജ്ജാലിയൻ ആശയങ്ങളെ നേരിടാനുള്ള ഒരു ശേഷി നമുക്ക് എവിടെ നിന്ന് കിട്ടും? സൂറത്തുൽ കഹ്ഫിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം? സൂറത്തുൽ കഹ്ഫിലൂടെ ഇങ്ങനെ കടന്നു പോകാം. ഓക്കെ, ഈ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ ആയത്ത് ഞാൻ ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. സർവസ്തുതിയും എന്നൊക്കെ നമ്മൾ അതിന്റെ ഒരു അർത്ഥമായിട്ട് പറയുന്നതാട്ടാ. പക്ഷെ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അല്ലദീ, എങ്ങനെയുള്ളവനാണ് അവൻ? ദ വൺ ഹു അൻസല അല അബ്ദിഹിൽ കിതാബ, തന്റെ ദാസന്, തന്റെ അടിമയ്ക്ക് വേദഗ്രന്ഥം, അൽ കിതാബ്, അവതരിപ്പിച്ചവനാണ് അവൻ. വലം യജ്അൽ ലഹു ഇവജ, അതിൽ അവൻ യാതൊരു തരത്തിലുള്ള വക്രതയും, ദർ ഇസ് നോ ഡെവിയേഷൻ. ഇവജ് എന്ന് പറഞ്ഞാൽ ഒരു വക്രത, ഒരു വഴിതെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഗ്രന്ഥം നമ്മളെ തെറ്റായ ഒരു പാതയിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ച, തന്റെ ദാസൻ അവതരിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇതാണ് നമ്മൾ ആദ്യത്തെ ആയത്തിൽ പഠിക്കുന്നത്. അതെന്റെ എന്റെ വാക്കർത്ഥം, നേരിട്ട് വെറും വാക്കർത്ഥം മാത്രമാണ് കേട്ടോ. അതിന്റെ വിശദമായ എല്ലാ വശങ്ങളും നമ്മൾ പഠിക്കണം. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു കുട്ടി, നമ്മുടെ ഒപ്പമുള്ള ഒരു മോൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലെ, ബിസ്മില്ല അൽഹംദുലില്ലാ ഏതാണ് അല്ലെ? അവന്റെ ചോദ്യത്തിന്റെ ഒരു ആശയം അതായിരുന്നു, ഏറ്റവും നല്ല, നമുക്ക് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ദിക്ർ, ദുആ ഒക്കെ അൽഹംദുലില്ലാ എന്നുള്ളത്. ശരിക്കും അതാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അതിന്റെ വാക്കർത്ഥത്തെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മൾ നടക്കുന്ന ക്ലാസ്സിൽ വാക്കർത്ഥത്തിന്റെ അതിന്റെ ഒരു പദം, ആ പദം എങ്ങനെ വന്നു, ഹംദ് എങ്ങനെ വന്നു എന്നതൊക്കെ വിശദീകരിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത്, ഇന്ന് നമ്മളിപ്പോ ഈ കുറച്ച് സമയം, ഒരു 10-20 മിനിറ്റാണ് നമുക്ക് ബാക്കിയുള്ളത്. അതിൽ നമ്മൾ പറയുന്നത് വെച്ചാല് ഖുർആനിൽ നമ്മൾ ഓരോ വാക്കുകളും, നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോ ഈ സൂറത്ത് യൂസുഫിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നത് ഖുർആൻ കൊണ്ട് തന്നെയാണ് അധികവും. അൽ ഖുർആനു യുഫസ്സിറു ബഅ്ദുഹു ബഅ്ളൻ എന്നാണ്. ഖുർആൻ അതിന്റെ ചില ഭാഗം മറ്റു ചിലതിനെ കൊണ്ട് വിശദീകരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ അൽഹംദ് ആ ഒരു അപ്രോച്ചിൽ നമ്മൾ പഠിച്ചാല് നമുക്ക് കാണാൻ സാധിക്കും, ഈ ഹംദ് എന്ന് പറയുന്ന സംഗതി, 2 സംഗതി അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സ്തുതി, പ്രകീർത്തനം എന്നൊക്കെ പറയുന്ന സംഗതി, അള്ളാഹുവിനോടുള്ള സ്തുതി, പ്രൈസിങ്, അപ്രീസിയേറ്റിംഗ് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലുള്ള ഹംദ്. 2 അതിൽ തന്നെ പെട്ടതാണ്
അതായത് അൽ മദ്ഹു വസ്സന എന്നാണ് അതിന് പറയാം. പ്രൈസിങ് ആൻഡ് അപ്രീസിയേറ്റിംഗ് സംതിങ്. ഒരു കാര്യത്തെ, എന്തോ ഒരു സംഗതിയെ നമ്മൾ പ്രശംസിക്കുക, പുകഴ്ത്തുക. അതാണ് മദ്ഹ് വസ്സന. രണ്ടാമത്തെ ഒരു ഫാക്ടർ അശുക്ർ, ഗ്രാറ്റിറ്റ്യൂഡ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ശുക്ർ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്. ഇത് രണ്ടും അൽഹംദു എന്ന പദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രണ്ടും കൂടി ഉൾപ്പെട്ടതിനെയാണ് നമ്മൾ ഹംദ് എന്ന് പറയാം. ഇത് രണ്ടും എങ്ങനെ വ്യത്യാസപ്പെടുക എന്ന് ചോദിച്ചാല്, ചില സംഗതികൾ നമുക്ക് ഭൂമിയിൽ നമ്മളിപ്പം ഭൗതിക ജീവിതത്തിൽ കാണുമ്പോൾ അതിനെ നമുക്ക് പ്രശംസിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ പ്രശംസിക്കുമ്പോൾ അതിനോട് നന്ദി നമ്മൾ പ്രകടിപ്പിക്കില്ല. ഉദാഹരണത്തിന് നല്ലൊരു ചെറിയ കുഞ്ഞിനെ കണ്ടാല്, ഇപ്പോ പ്രസവിച്ച് കുറച്ച് ദിവസമൊക്കെ ആയാലും കുറച്ച് മാസമൊക്കെ ആയ ഒരു കുഞ്ഞിനെ കണ്ട ഏതാളും എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യും, പ്രശംസിക്കും. പക്ഷെ അതിന് നമ്മൾ നന്ദി പ്രകടിപ്പിക്കൂല. കാരണം നന്ദി അതിനുള്ളതല്ല. അത് നമ്മുടെ ഒരു ഹൗ ക്യൂട്ട്, വാട്ട് എ ക്യൂട്ട് ബേബി എന്നുള്ള അർത്ഥത്തിൽ അല്ലെ, നമ്മളിങ്ങനെ ഒന്ന് കൊഞ്ചിക്കും അതിനെ. പക്ഷെ വി ഷുഡ് നെവർ താങ്ക് ദറ്റ് ബേബി, അല്ലെ? അങ്ങനെ എന്റെ മാതാപിതാക്കൾ അള്ളാഹുവിന് താങ്ക് ചെയ്യും, അത് വേറെ വിഷയം. പക്ഷെ നമ്മൾ കാണുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയോട് അങ്ങനെ ഒരു നന്ദി നമുക്ക് തോന്നൂല, മറിച്ച് ഒരു പ്രശംസയാണ് തോന്നുക. അതിനെ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുകയും ചെയ്യാം. നല്ലൊരു കാറ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാറ്, ഇപ്പോ ചൈനീസ് ഒക്കെ അടക്കം എല്ലാം അടക്കം ഒരു നല്ല ഒരു ഭംഗിയുള്ള ഒരു കാറ് കണ്ടാൽ നമ്മൾ പറയും ഹൗ ബ്യൂട്ടിഫുൾ, അല്ലെ, ഹൗ അട്രാക്റ്റീവ്, ഹൗ എഫിഷ്യന്റ് ദിസ് കാർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ അപ്രീസിയേറ്റ് ചെയ്യും. പക്ഷെ വി ഷുഡ് നെവർ താങ്ക് ദറ്റ് കാർ. ആ കാറിനോട് നമുക്ക് എന്ത് ചെയ്യൂല, നന്ദി തോന്നൂല. ഹംദ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും പെട്ടതാണ്. ഇനി നമുക്ക് ചിലതിനോട് ശുക്ർ തോന്നും, പക്ഷെ നമുക്ക് പ്രശംസിക്കാൻ തോന്നൂല. ഫോർ എക്സാമ്പിൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ പിതാവിനോട് നന്ദി പ്രകടിപ്പിച്ചു, അല്ലെ? നന്ദിയുള്ള ആളാണ്, പക്ഷെ ആ പിതാവിനെ പ്രശംസിച്ചിട്ടില്ല. കാരണം എന്താ? പ്രശംസിക്കാൻ മാത്രം യോഗ്യതയുള്ള ആളല്ല പിതാവ്. പിതാവ് വിഗ്രഹം ഉണ്ടാക്കുന്ന ആളാണ്, അല്ലെ? പിതാവ് വിഗ്രഹം ഉണ്ടാക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ പിതാവിനെ പ്രശംസിക്കുകയല്ല ചെയ്തത്, മറിച്ച് ആ പിതാവിനോട് നന്ദിയുള്ള ആളായിട്ടാണ് ചെയ്തത്. അപ്പൊ ശുക്റുണ്ട് അവിടെ, എന്തില്ല? ഹംദും സനാഉം ഇല്ല, അല്ലെങ്കിൽ മദഹും സനാഉം ഇല്ല. ഹംദ് എന്ന് പറയുന്നത് രണ്ടും കൂടി വന്നാത്ത. മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനോട് പറയുന്നുണ്ട്, വതിൽക നിഅമത്തുൻ തമുന്നുഹ അലയ്യ, നീ എനിക്ക് ചെയ്ത അനുഗ്രഹമാണ്, അതുകൊണ്ട് ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാം ഫിറൗനോട് പറയുന്നുണ്ട്. എന്താണ് ഫിറൗൻ ചെയ്ത അനുഗ്രഹം? ചെറുപ്പത്തിൽ മൂസാ നബിയെ പോറ്റി വളർത്തി, അല്ലെ? യുവാവാകുന്നത് വരെ ഫിറൗന്റെ കൊട്ടാരത്തിൽ അയാളുടെ ഭക്ഷണം കഴിച്ച് അയാളുടെ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം വളർന്നത്. അപ്പോ ഫിർഔനോട് മൂസാ നബിക്ക് എന്തുണ്ട്? നന്ദി ഉണ്ടായിരുന്നു. പക്ഷെ ഫിർഔനെ മദ്ഹ് ചെയ്തിട്ടില്ല, സനാ ചെയ്തിട്ടില്ല, പ്രശംസിച്ചിട്ടില്ല. പക്ഷെ ഹംദ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹംദ് എന്ന് പറയുമ്പോൾ മദ്ഹും സനാഉം ഉണ്ട്, പ്രശംസയും അപ്രീസിയേഷനും ഉണ്ട്, അതോടൊപ്പം എന്തുണ്ട്? ശുക്റും ഉണ്ട്. ഇനി ഈ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാം, അത് രണ്ട് മീനിങ് അതിൽ വരുന്നുണ്ട്. ഒന്ന് ഖബരി ആണ്, മറ്റൊന്ന് ഇൻഷാഇ ആണ്. ഭാഷാർത്ഥം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഗ്രാമറ്റിക്കൽ അത് പ്രയോഗിച്ചാൽ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരർത്ഥത്തിൽ ഖബരി എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു എന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു വസ്തുതയാണ്. അതേ സന്ദർഭത്തിൽ അതിലെന്തുണ്ട്? നമ്മുടെ ഒരു ഇമോഷൻ ഉണ്ട്. അള്ളാഹുവിന് സ്തുതി. അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? ചിലപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഈ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുക്കുകയാണ്, അപ്പൊ ഞാൻ അൽഹംദുലില്ലാ എന്ന് വിശദീകരിക്കുകയാണ്. ഞാൻ വിശദീകരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും എന്ത്? അൽഹംദുലില്ലായുടെ അർത്ഥം എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു, നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കണം, നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കണം, സ്തുതിക്കണം, അവനെ അപ്രീസിയേറ്റ് ചെയ്യണം എന്ന് പറയും. അവസാനം ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ പറയും അൽഹംദുലില്ലാ, നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, നമുക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് ഇമോഷനാണ്. കാരണം നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റിയല്ലോ. മനസ്സിലായോ? അപ്പൊ ഈ അൽഹംദുലില്ലാ എന്ന സ്റ്റേറ്റ്മെന്റ് ഒരേ സമയം എന്താണ്? ഖബരിയാണ്, ഇൻഷാഇ ആണ്. എന്ന് പറഞ്ഞാൽ ഫാക്ച്വൽ ആണ്, അതേസമയം ഇമോഷനുമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, അത് എന്തിനാ ഞാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതിന്റെ ഈ വിശദീകരണത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഇവിടെ ഒരു ഇൻഫർമേഷൻ ഡെലിവറി ചെയ്യല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ നമ്മുടെ ഒരു
ഹൃദയത്തിന്റെ ഒരു വികാരം പ്രകടിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് അൽഹംദുലില്ലാ എന്നത് കഴിഞ്ഞ ആഴ്ച ആ മോൻ പറഞ്ഞതുപോലെ അത് നമ്മുടെ ഒരു പ്രാർത്ഥനയാവുള്ളൂ. നമ്മള് ഫാത്തിഹയുടെ അർത്ഥം പറയുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എല്ലാവരും ഒന്ന് അർത്ഥം പറഞ്ഞ്. എന്താ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന്റെ അർത്ഥം? അർത്ഥം സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അതിലൊരു വികാരം ഉണ്ടോ? നമ്മളിങ്ങനെ പറഞ്ഞു പോലെ അല്ലെ, ഒരു വസ്തുത പറയല്ലേ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അതാണ് ഖബരി എന്ന് പറഞ്ഞാൽ. ഇനി ഇൻഷാ എന്ന് പറഞ്ഞാൽ നമ്മളത് പറയുമ്പോ നമ്മുടെ മനസ്സിൽ സർവലോക രക്ഷിതാവായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ സൂര്യനെ സൃഷ്ടിച്ച, ഈ ചന്ദ്രനെ സൃഷ്ടിച്ച, ഈ ആകാശലോകത്തും ഈ പ്രപഞ്ചത്തിലും ചെറിയവനായ എന്നെ സൃഷ്ടിച്ച, എനിക്ക് ആരോഗ്യം നൽകി, ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് ഭാഗ്യം നൽകിയ, എനിക്ക് ശ്വസിക്കാൻ, എനിക്ക് കുടിക്കാൻ വെള്ളം നൽകിയ, എനിക്ക് ഭക്ഷിക്കാൻ ആഹാരം നൽകിയ ആ റബ്ബിന് സർവസ്തുതിയും എന്ന് നമ്മൾ പറഞ്ഞു നോക്കിയേ. അപ്പൊ അത് ഇൻഷായി ആയി. ഖബരിയും ഇൻഷായും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആവുന്നുണ്ടോ? ആർ യു വിത്ത് മീ? ഓക്കെ, യെസ്. അതാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന് അൽഹംദുലില്ലാ, അള്ളാഹുവിന് എന്തിനാണ് അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയേണ്ടത്? എവ്രിതിങ്, ഫോർ എവ്രിതിങ്. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. അള്ളാഹുവിനോട് നന്ദി പറയേണ്ടതില്ലാത്ത ഒരു സംഗതിയില്ല നമ്മുടെ ജീവിതത്തിൽ. ജീവിതം മൊത്തം എടുത്തു നോക്കൂ. നമ്മളായത്, ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇത് കേൾക്കുന്നത്, ഇതാ ഈ ജീവിതം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ആ ഹംദ് എന്ന് പറയുന്ന ആ ഒരൊറ്റ വാചകത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമ്മൾ ജീവചരിത്രം മുഴുവൻ ഓർക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അത് പറയുമ്പോൾ ആ വാചകത്തിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലായി പറയുമ്പോൾ അത് ഇൻഷായി ആയി. അല്ലെങ്കിൽ അതൊരു ഖബരിയേ ആകുന്നുള്ളൂ. എന്ത്? ഒരു സ്റ്റേറ്റ്മെന്റ്. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ്. ഓൾ പ്രൈസ് ടു ദ ഗോഡ്, ദ ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പോലെ അല്ല പറയേണ്ടത്. മറിച്ച് ഖബരിയാണ്. അത് ഒരർത്ഥത്തിൽ അത് ശരിയാണ്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അതേസമയം അതെന്താണ്? ഇൻഷാഇ ആണ്, ഇമോഷണൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ അള്ളാഹ് പറയുന്നുണ്ട് അൻസല അൽഹംദുലില്ലാ അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഇവിടെ സ്പെസിഫിക് ആയിട്ട് അള്ളാഹു പറയാണ് എന്തുകൊണ്ട് സർവസ്തുതിയും അള്ളാഹുവിനാണ്. അൽഹംദുലില്ലാ അലിഫ്ലാമും അടങ്ങിയിട്ടുള്ള ഒരു ഇസ്മിന് അറബിൽ എന്താ പറയാ? നക്കിറ മാരിഫ എന്ന് കേട്ടിട്ടുണ്ടോ? ചിലപ്പോ ഗ്രാമർ ഒക്കെ പഠിച്ച ആളുകൾക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ? അല്ലെ, കേട്ടിട്ടില്ലേ? അലിഫ്ലാം വന്നു കഴിഞ്ഞാൽ അത് മാരിഫയായി അല്ലെ, മാരിഫ. അപ്പൊ അതൊരു ഒരു ഇസ്മിനെ നമ്മൾ ഇംഗ്ലീഷിൽ ദി ഉപയോഗിക്കുമല്ലോ. ഡെഫിനിറ്റ് ആയി, ഇൻഡെഫിനിറ്റ് ആയ ഒരു നൗണിനെ നമ്മൾ ഡെഫിനിറ്റ് ആക്കുന്നു. അതാണ് നെക്കിറ മാരിഫ എന്ന് പറഞ്ഞ അർത്ഥം. അപ്പൊ ദ പ്രൈസ്, ആ അലിഫ്ലാം ചേർത്തതോട് കൂടി നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്തിട്ട് പറയാണ് എന്തിന് അള്ളാഹുവിന് സ്തുതി. അല്ലദീ, അവൻ, ദ വൺ ഹൂ എന്ത് ചെയ്തു? അൻസല, അവൻ അവതരിപ്പിച്ചിരിക്കുന്നു, ഇറക്കിയിരിക്കുന്നു. ഹി സെൻഡ് ഡൗൺ അലാ അബ്ദിഹി, തന്റെ അടിമയ്ക്ക് മേൽ, തന്റെ ദാസന് വേണ്ടി, അല്ലെങ്കിൽ തന്റെ ദാസന് ആയിട്ട് ഇറക്കിയിരിക്കുന്നു. അൽ കിതാബ്, അൽ കിതാബ് ഇറക്കിയിരിക്കുന്നു. അൽ കിതാബ് എന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കട്ടെ, അതിന്റെ ബാക്കി വിശദീകരണത്തിലേക്ക് നമ്മൾ പോകും. വേദഗ്രന്ഥം. അപ്പോ ഈ ശരിക്കും ഹംദ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഒരു പ്രത്യേകമായിട്ട് ഈ ഗ്രന്ഥം തന്റെ അടിമയിലൂടെ, അള്ളാഹു അവന്റെ അടിമയിലൂടെ നമുക്ക് അവതരിപ്പിച്ച് തന്നതിന് നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അപ്രീസിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ അവനെ നന്ദി പറയുന്നു. സോ ബോത്ത് പ്രൈസിങ് ഇസ് there and showing gratitude. These come together. Both of these expressions come together. നമ്മൾ ഒരേ സമയം അള്ളാഹുവിനെ പ്രശംസിക്കുന്നു, അതേസമയം അള്ളാഹുവിന് നന്ദി പറയുന്നു. വലം യജ്അൽ ലഹു ഇവജ, വലം യജ്അൽ ലഹു, അവൻ ആ ഗ്രന്ഥത്തിന് ആക്കിയിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. He didn't furnish it ലഹു ഇവജ with any possibility of deviation. ഒരു തരത്തിലും വക്രത, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു അവസരവും ആ ഗ്രന്ഥത്തിൽ അള്ളാഹു വച്ചിട്ടില്ല. ഓക്കെ, ഇനി
നമുക്കൊരു 5 മിനിറ്റ് കൂടെ അല്ലെ ഒരു 10 മിനിറ്റ് കൂടെ എടുക്കാം. കുറച്ച് നമ്മൾ 7:05 തുടങ്ങിയത്. കറക്റ്റ് 1 മണിക്കൂർ എന്നുള്ള ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ എടുത്തിട്ട് ഇതുകൂടെ പറയാം. ഖുർആനിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സ്വീകരിക്കുന്ന അപ്രോച്ച് ഈ ഖുർആൻ പഠനത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അൽ ഖുർആനു യുഫസ്സിറു ബഅദുഹു ബഅദൻ. ഖുർആനിൽ എവിടെയൊക്കെ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടോ അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ടോട്ടൽ നമ്മൾ നോക്കിയാൽ 23 സ്ഥലത്ത് ഇതുപോലെ അൽഹംദുലില്ലാ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. 23 സ്ഥലത്ത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 23-നെ നമ്മൾ പിന്നെ കാറ്റഗറൈസ് ചെയ്യും. അപ്പൊ അതിനു മുമ്പ് ഈ അൽഹംദു പറഞ്ഞ ചില സ്ഥലങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കാം. ഒന്ന് നോക്കൂ, സൂറത്തുൽ അൻആമിലെ 1-ാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅലൽ ളുലുമാതി വന്നൂർ തുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, സ്തുതിയും ശുക്റും അല്ലെ നന്ദിയും ഒക്കെ അള്ളാഹുവിനാണ്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, അവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നു. വജഅലൽ ളുലുമാതി വന്നൂർ, അവൻ അന്ധകാരവും പ്രകാശവും ഇരുട്ടുകളും പ്രകാശവും ഉണ്ടാക്കിയിരിക്കുന്നു. തുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ, പിന്നീട് തങ്ങളുടെ രക്ഷിതാവിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ വഴിതെറ്റി പോകുന്നു. ഇതൊരു സ്ഥലം. ഇനി അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ആകാശം ഭൂമിയുടെ സൃഷ്ടിപ്പ്, അന്ധകാരം, ഇരുട്ട്, ആ അർത്ഥത്തിലേക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അതൊരു സ്ഥലമായിട്ട് പറയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കൂ, ഈ രണ്ടാമത് അൽഹംദുലില്ലാ പറഞ്ഞ വേറൊരു സന്ദർഭം സൂറത്ത് ഗാഫിറിലെ 65-ാമത്തെ ആയത്ത്, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹുവൽ ഹൈ, അവനാണ് എന്നെന്നും ജീവിക്കുന്നവൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹേ ഇല്ല, ഒരു ആരാധ്യനില്ല, ഒരു നമുക്ക് തിരിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കാവുന്ന ഒരു ശക്തിയേ ഇല്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവനെ നിങ്ങൾ സമ്പൂർണമായ അച്ചടക്കം, അനുസരണം അവനാക്കിക്കൊണ്ട് നിങ്ങൾ അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ ആ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പോ അവിടെ മറ്റൊരു സ്ഥലം. ഇനി സൂറ അൽ ഇസ്രായില്, വഖുലിൽ ഹംദുലില്ലാഹ് അല്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക് വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുൽ വകബ്ബിർഹു തക്ബീറ. പറയുക, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ലം യത്തഖിദ് വലദൻ, അവനൊരു സന്താനത്തെ സ്വീകരിച്ചിട്ടേ ഇല്ല. വലം ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അവൻ ആധിപത്യത്തിൽ ഒരു പങ്കാളിയുമില്ല. വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുൽ, നമ്മൾ വിനയത്തോടെ കീഴ്പ്പെടേണ്ട ഒരു യജമാനൻ നമുക്ക് അവനല്ലാതെ മറ്റാരുമില്ല. വകബ്ബിർഹു തക്ബീറ, അവനെ നിങ്ങൾ പരിപൂർണമായും പ്രകീർത്തിക്കുക, ധാരാളമായി പ്രകീർത്തിക്കുക. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഇതിന്റെ കാറ്റഗറൈസേഷൻ പറയണം കേട്ടോ. അപ്പോ അൽഹംദുലില്ലാ എന്നുള്ളത് 23 സ്ഥലത്ത് എന്ന് പറഞ്ഞു. ഈ 23 സ്ഥലങ്ങളില് 6 കാറ്റഗറി ആയിട്ടാണ്. 6 കാറ്റഗറി ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് എന്തിനാണ് നമ്മൾ 6 കാറ്റഗറി പറഞ്ഞത് എന്നതിലേക്ക് വരാം. ഓക്കെ, ഈ അൽഹംദുലില്ലാ പറഞ്ഞ 6 കാറ്റഗറിയിൽ 1-ാമത്തെ കാറ്റഗറി അള്ളാഹു അവനെ കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് അൽഹംദുലില്ലാ പറയാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ നേരത്തെ സൂറത്ത് ഗാഫിറിലെ 65-ാമത്തെ ആയത്ത് ഓതിയല്ലോ. ഹുവൽ ഹൈ, അവനാണ് എന്നെന്നും ജീവിക്കുന്നവൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, സമ്പൂർണമായ അനുസരണം അവന് മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കണ്ട, അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അവൻ വിശദീകരിക്കുന്നിടത്ത് ആരാണ് അള്ളാഹു എന്ന് അവൻ നമുക്ക് പറഞ്ഞു തരാണ്. അങ്ങനെ പറഞ്ഞു തരുന്നത് കൊണ്ട് നമ്മൾ പറയണം അള്ളാഹു, അള്ളാഹിനെ കുറിച്ച് നമുക്ക് ഇത്ര വ്യക്തമായ ഒരു ഡെഫിനിഷൻ ഖുർആനിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. രണ്ടാമത് അതേ കാറ്റഗറിയിൽ പെട്ടതാണ് സൂറത്തുൽ ഇസ്രായിൽ ഞാൻ നേരത്തെ ഓതിയ ആയത്ത്, വഖുലിൽ ഹംദുലില്ലാ അല്ലദീ ലം യത്തഖിദ് വലദൻ. പറയുക, അവൻ അള്ളാഹുവാണ്, അവന് സ്തുതി. അല്ലദീ ലം യത്തഖിദ് വലദൻ, അവനൊരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല, അവൻ ആധിപത്യത്തിൽ യാതൊരു പങ്കാളിയുമില്ല. വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുൽ, സമ്പൂർണമായ വിനയത്തോടു കൂടി കീഴ്പ്പെടേണ്ട ഒരു യജമാനൻ അവനല്ലാതെ മറ്റാരുമില്ല. വകബ്ബിർഹു തക്ബീറ. ഇവിടെ പറയുന്നത് അള്ളാഹു ആരല്ല എന്ന് പറയുന്നു. നേരത്തെ സൂറത്തു ഗാഫിറിൽ ആരാണ് അള്ളാഹു എന്ന് പറഞ്ഞു, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ. ഇവിടെ അവൻ ആരല്ല എന്ന് പറയുന്നത്, സന്താനങ്ങളില്ലാത്ത, പങ്കാളികളില്ലാത്ത, മറ്റൊരു അവനല്ലാത്തൊരു യജമാനനില്ലാത്ത അങ്ങനത്തെ അള്ളാഹു. അപ്പോ 1-ാമത്തെ കാറ്റഗറി അതാണ്. എന്താണ് 1-ാമത്തെ കാറ്റഗറി?
ഓർത്തിരിക്കണം കേട്ടോ ഇത്. ഒന്നാമത്തെ കാറ്റഗറി എന്താ? അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ആരാണ് അള്ളാഹു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എന്ന് പറയണം എന്നുള്ള പറഞ്ഞു. ഇനി രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്താണ്. സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത്, അതായത് സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് സത്യവിശ്വാസികൾക്ക് നൽകുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന അന്ത്യനാളില് എല്ലാ കാര്യങ്ങളും വിധി കൽപ്പിച്ച് അള്ളാഹു വിധി പ്രഖ്യാപിച്ചതിന് ശേഷം സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞെടുത്ത് അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ആറാഫിലെ 43-ാമത്തെ ആയത്ത്, വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹു പറയാണ്, അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ പകയും വിദ്വേഷവും ഒക്കെ നാം ഊരിക്കളയും. തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. വഖാലു, അപ്പൊ അവർ പറയും, അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും, അല്ലദീ ഹദാനാ ലിഹാദാ, ഞങ്ങളെ ഈ സ്വർഗത്തിലേക്ക് നയിച്ച ആ അള്ളാഹുവിനാണ് സർവസ്തുതി. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹു ഞങ്ങളെ സന്മാർഗത്തിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സന്മാർഗം പ്രാപിക്കുമായിരുന്നില്ല. അപ്പോ അതുപോലെ തന്നെ അതിന്റെ തന്നെ ഈ പറഞ്ഞ കാറ്റഗറി, അതായത് സ്വർഗത്തെ കുറിച്ച് പറയുന്നിടത്ത് അൽഹംദുലില്ലാ പറയുന്ന രണ്ടാമത്തെ ഉദാഹരണം സൂറത്ത് യൂനിസിലെ 10-ാമത്തെ ആയത്ത്, ദഅവാഹും ഫീഹാ സുബ്ഹാനക അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗത്തിലെ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയെ കുറിച്ച് പറയാണ്, ദഅവാഹും ഫീഹാ സുബ്ഹാനക അല്ലാഹുമ്മ, അവരെന്താ പ്രാർത്ഥിക്കുക? സുബ്ഹാനക അല്ലാഹുമ്മ. സുബ്ഹാനക അല്ലാഹുമ്മ എന്നോട് പ്രാർത്ഥനയായിട്ടാണ് പറയുന്നത്. വതഹിയ്യതുഹും ഫീഹാ സലാം, ആ സ്വർഗത്തിൽ അവരുടെ സാല്യൂട്ടേഷൻ, അവരുടെ അഭിവാദ്യം അത് സലാം ആയിരിക്കും. വആഖിറു ദഅവാഹും, അവരുടെ പ്രാർത്ഥനകളുടെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ അവരുടെ പ്രാർത്ഥന എന്തായിരിക്കും? അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി അതിന്റെ തന്നെ മൂന്നാമത്തെ ഉദാഹരണം സൂറത്ത് സബഇല് പറയണം, അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറ, അവനാകുന്നു ഹംദ് ഫിൽ ആഖിറ, പരലോകത്തുള്ള ഹംദ് മുഴുവൻ അവനാകുന്നു. ഇനി അതുപോലെ തന്നെ സൂറത്ത് സുമറില് വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ. സ്വർഗത്തിൽ പോകുന്ന വിശ്വാസികൾ പറയണം, അൽഹംദുലില്ലാ അല്ലദീ സദഖനാ വഅദഹു, അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവൻ നമ്മളോട് ചെയ്ത വാക്ക് പാലിച്ചിരിക്കുന്നു. നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ വഔറസനൽ അർള്, ഭൂമിയെ അവൻ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? അനന്തരമാക്കി തന്നിരിക്കുന്നു. നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ, നാം ഉദ്ദേശിക്കുന്ന ഈ സ്വർഗത്തിന്റെ ഏത് ഭാഗത്താണോ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയ വീടുള്ളത് അവിടെ നമ്മൾ തെരഞ്ഞെടുക്കും. നതബവ്വഉ എന്ന് പറഞ്ഞാല് നമുക്ക് അള്ളാഹു ചോയ്സ് തരുന്നതാണ്. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാല് ഇഷ്ടമുള്ള വീട് തെരഞ്ഞെടുക്കാൻ. വാട്ടർ ഫ്രണ്ട് വേണോ, ഹൈ റൈസ് വേണോ, മാൻഷൻ വേണോ, ബംഗ്ലാവ് വേണോ, വില്ല വേണോ, എത്ര ബെഡ്റൂം വേണം, ഇതൊക്കെ അങ്ങനെ ഒരു ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് സ്വർഗത്തില്. വിത്ത് നോ കോസ്റ്റ്, നോ ബഡ്ജറ്ററി റെസ്ട്രൈൻസ്, അല്ലെ? ഒരു ബഡ്ജറ്റ് പ്രശ്നമല്ല. അപ്പൊ നമ്മളിപ്പോ നാട്ടിലൊരു വീട് ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ വീട് അന്വേഷിച്ചു പോകുമ്പോ വാടകയ്ക്ക് എടുക്കാനോ വാങ്ങിക്കാനോ പോകുമ്പോ 3 കാര്യം ഇഷ്ടപ്പെട്ട 2 കാര്യം ഇഷ്ടപ്പെടൂല. 4 കാര്യം ഇഷ്ടപ്പെട്ട ചിലപ്പോ 2 കാര്യം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെയാണല്ലോ നാട്ടില്. ഇവിടെ ഒക്കെ അല്ലെ, വീടൊക്കെ നോക്കുമ്പോ ഒരുപാട് ട്രാഫിക് സൗകര്യങ്ങൾ ഒക്കെ നോക്കുമ്പോ, പക്ഷെ സ്വർഗത്തിൽ അങ്ങനെ ഇല്ല എന്നാ പറയുന്നത്. ആണ് നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ, എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് താമസിക്കാൻ പറ്റിയ ആ സ്വർഗത്തിൽ പോകുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് അൽഹംദുലില്ലാ. വതറൽ, അതിനെ തുടർന്നുള്ള ആയത്തിലും അത് പറയുന്നുണ്ട്, വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശ് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വഖുളിയ ബൈനഹും ബിൽ ഹഖ് വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മലക്കുകൾ ഇങ്ങനെ അള്ളാഹുവിന്റെ അർശിനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും, അല്ലെ? അവര് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. സബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ സ്തുതി ഇങ്ങനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കും. വഖുളിയ ബൈനഹും ബിൽ ഹഖ്, അവരുടെ ഇടയിൽ അന്ന് വളരെ സത്യത്തോടുകൂടി നീതിയോടുകൂടി അള്ളാഹു വിധി കൽപ്പിക്കും. വഖീല, അവരോട് പറയപ്പെടും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. ഈ 6 കാറ്റഗറിയും ഇപ്പൊ തീരൂല. അപ്പൊ എനിവേ നമുക്ക് ഏതായാലും ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പോ
ഇതുവരെ സൂറത്തുൽ കഹ്ഫിന്റെ ഒന്നാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ അതൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് ഇതിനെ തുടർന്നാണ് അടുത്ത ക്ലാസ് ഉണ്ടാവുക. അതായത് ഹംദ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെട്ടതാണെന്നാ പറഞ്ഞ? അൽഹംദ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? സ്തുതിയും ശുക്രും. ഹംദ് അല്ല, മദ്ഹ്, സനാ, അത് അള്ളാഹുവിനെ പ്രശംസിക്കൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിനുള്ള നന്ദി ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഖബരി ആകാം, ഇൻഷായി ആകാം. എന്താ ഖബരി എന്ന് പറഞ്ഞാൽ? ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. ഒരു ഫാക്ച്വൽ, ഒരു വസ്തുത പറയാം. ഇൻഷായി എന്ന് പറഞ്ഞാലോ? ഇമോഷണൽ ആയിട്ട് പറയുമ്പോൾ ഈ ഇമോഷണൽ ആണ്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ. പിന്നെ എത്ര സ്ഥലത്ത് ഹംദ് അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട് ഖുറാനില്? 23 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ 23 സ്ഥലത്ത് പറഞ്ഞതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാണ്. എത്ര കാറ്റഗറി ഉണ്ട് മൊത്തം? 6 കാറ്റഗറി ഉണ്ട്. നമ്മൾ ഇന്ന് എത്ര കാറ്റഗറി പഠിച്ചു? 2 കാറ്റഗറിയിൽ. ആദ്യത്തെ കാറ്റഗറി ഏതാ? അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ബാക്കി 4 കാറ്റഗറിയും ആ 6 കാറ്റഗറിയും നമ്മൾ പഠിക്കുന്നത് കൊണ്ട് എന്താണ് സൂറത്തുൽ കഹ്ഫുമായിട്ട് അതിനുള്ള ബന്ധം? ഇത്രയും സംഗതി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അതിനുശേഷം അൽഹംദിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അൽഹംദു ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സംഗതിയല്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറട്ടെ. പെട്ടെന്ന് വല്ല ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അതിനും കൂടെ ഒരു അവസരം തന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. സൂറ കഹ്ഫില് അപ്പൊ ഫസ്റ്റ് കാറ്റഗറിയിലല്ലേ വരുന്നത് ഈ ഹംദ്? അള്ളാഹുവിനെ കുറിച്ച് അത് ഡോണ്ട് ജംപ് ദ ഗൺ അവിടെ എത്തിയിട്ടില്ല. അത് പറയാനിരിക്കണുള്ളൂ. അത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് ഒരു മിസ്റ്ററിയാണ് ഇപ്പോ. അത് 6 കാറ്റഗറി മനസ്സിലായാലാണ് സൂറ കഹ്ഫിലെ ഹംദ് ഏത് കാറ്റഗറി ആണെന്ന് നിങ്ങൾക്ക് തിരിയുള്ളൂ കേട്ടാ. 6 കാറ്റഗറിയും ഉൾക്കൊണ്ടതായിരിക്കും. കുറച്ച് ഇന്റലക്ട് കൂടിപ്പോയാലും പ്രശ്നമാണ്. ഓക്കെ, എനിവേ മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم اجعل القرآن شفيعا لنا يوم القيامة. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعله لنا دليلنا إلى جناتك جنات النعيم. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته.